നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ ഇത്. ഇതിലും കൃഷ്ണനുണ്ട്, 2 ആന, പ്യുവർ കസുവിൽ വരുന്നത്. ഇതാണ് ശരിക്കുള്ള പ്യുവർ കസുവ് എന്ന് പറയുന്നത്. ചെക്കിംഗ് ഡാമേജ് ഇരുന്ന് അതെല്ലാം റെക്ടിഫൈ പണിട്ട് കലംകാരി ഇൻസ്പയർ ആയിട്ടുള്ള ബോർഡർ കുറച്ച് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രിന്റഡ് മുണ്ട് കേട്ടോ, പവർലും ചെയ്തത്, പക്ഷെ ഹാൻഡും ടച്ചിൽ നമുക്ക് കിട്ടുന്നില്ലേ. ഡൂഡിൽ ഡിസൈൻ മാറി സ്കെച്ച് പണ്ണത്. ഒരാള് ഈ ഫാക്ടറിയുടെ ഓണർ. മാനുഫാക്ചർ റേറ്റ് എത്രയാന്ന് നമുക്ക് ചോദിക്കാം. 175 ഷർട്ട്, ഇത് അതിന്റെ ധോത്തി മാച്ചിങ് കോംബോ സെറ്റ്. ഈ ഒരു സെക്ഷൻ ഇവരുടെ ഒരു ബ്രൈഡൽ സെക്ഷൻ. എന്റെ സാരി ഇത് സെയിം സാരി, ഞാൻ ഉടുത്ത സാരിയോ. എവർഗ്രീൻ എന്ന് പറയില്ല, ആ ഒരു സംഭവമാണ് കേട്ടോ ഇത്. ഇത് പുലിയിലക്കരയിലെ പ്രിന്റ് മാം. ഇത് പ്യുവർ കോട്ടൺ, മിക്സ് ഇല്ലാത്ത ഐറ്റം ആണ്. എല്ലാം പ്രസ് ചെയ്ത് ഫ്ലാറ്റ് ആക്കിയിട്ട് അയണിങ് പോലെ ഇതൊരു പ്രോസസ്സാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ഫ്ലോറൽ ഇതുപോലെ. ഇത് മേടിച്ച ചിലത്തെ സംഭവം എന്താണെന്നറിയോ, ഏത് ബ്ലൗസും മാച്ച് ആയി. സ്ട്രൈപ്സിലെ വേരിയസ് പാറ്റേൺസ്. ഇത് ഞാനും എൻ്റെ കസിനും പെയിന്റ് അടിച്ചു. ഫുൾ പെയിന്ററായി എവിടെ എല്ലാവരും. മലയാളം മൂവി ഫാൻസ്. ഓ, മലയാളം മൂവി ഫാൻസാ. ഞങ്ങൾ വിജയ് ഫാൻസാ. സാരി വേണ്ടവർക്ക് സാരി, താവണി വേണ്ടവർക്ക് താവണി. காட்டன்ல வந்து பாத்தீங்கன்னா 60s கவுண்ட் 80s கவுண்ட் 100s கவுண்ட் இந்த வருஷம் ட்ரெண்ட் மேம் இது ഗാഡ പ്രിൻസ് എന്നാ ഇതിനെ പറയാ. ഇപ്പൊ ഇത് കോംബോ സെറ്റ് ആണ് വരുന്നത്. ഇത് ടിഷ്യൂലാട്ടോ. എല്ലാവർക്കും ഓണ ആശംസകൾ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കാൻ പോണത് മൊത്തം നമുക്ക് കേരള സാരി സെറ്റ് മുറിച്ച് അതിന്റെ ഓണറാണ് നിൽക്കുന്നത്. അപ്പൊ ഒരാണ് ഈ ഫാക്ടറിയുടെ ഓണർ. എന്താണ് നമുക്ക് ഇന്ന് കാണിക്കാൻ പോകുന്നത്? എന്താ വെറൈറ്റി? എല്ലാ ഓണം പുതിയ വെറൈറ്റിയാണ്. പുതിയ വെറൈറ്റി. അപ്പൊ സാരി വേണ്ടവർക്ക് സാരി, താവണി വേണ്ടവർക്ക് താവണി. ഇതും ഒരു ട്രെൻഡാണ്. ഇതല്ലാണ്ട് ഒരുപാടുണ്ട്. മാനുഫാക്ചർഡ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മാനുഫാക്ചർ ഇവിടെ എങ്ങനെയാണ്? ഇവിടെ ഒരു യൂണിറ്റ് ആണ്, പിന്നെ 3-4 യൂണിറ്റ് ഉണ്ട്. 4 യൂണിറ്റ് ഓൾറെഡി ഇവർക്കുണ്ട്. അതിന്റെ ഒരു യൂണിറ്റിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ജസ്റ്റ് എന്താണ് ഇവിടെ നടക്കണമെന്ന് പറഞ്ഞുതരും. സാരിയൊക്കെ പിടിച്ച മെഷീനാണ്. ഓക്കെ, ഇവിടെ ഇതാണ് നൂല്. ധോത്തിയാ. ഓക്കെ, ധോത്തി ശ്രദ്ധിച്ചിട്ട് വേണം. മെഷീനാണ്. അപ്പൊ നൂലൊക്കെ കോട്ടൺ. അത് കോട്ടൺ ആണ്. ഇത് പ്യുവർ കോട്ടൺ. പക്ക കോട്ടണിലാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്യുവർ കോട്ടണിന്റെ ധോത്തി. അപ്പൊ ഈ കുറച്ച് മിഷൊക്കെ നമ്മൾ നിർത്തിയൊക്കെ ഭയങ്കര ശബ്ദമുള്ളത്. കളറിൽ വേണമെങ്കിൽ കളറില് ഇതെല്ലാം ധോത്തിയാണ്. ഇതൊക്കെ ധോത്തിയാണ്. ധോത്തി ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കളറിലുള്ളത് കേട്ടോ. അപ്പൊ മെഷീൻസ് കുറെ ഒക്കെ ഭക്ഷണം കഴിക്കാൻ. പുളിയിലക്കര. 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 ഓക്കെ, കേൾക്കും. ആക്ച്വലി മെഷീൻസിന്റെ വർക്കുകൾ നടത്തുന്ന കസ്റ്ററിന്റെ. അപ്പൊ ഇത് ഭയങ്കര ശബ്ദം. നമുക്ക് ഇതിന്റെ ഫൈനൽ ലുക്ക് എവിടെയാണ് നോക്കിട്ട് വരാം. അപ്പൊ ഇതിന്റെ ഫൈനൽ ലുക്ക് ഇതിപ്പോ കഴിഞ്ഞിട്ടുള്ളത് എവിടെ വെച്ചിരിക്കുന്നത് അത് നമുക്ക് നോക്കാം. നമുക്ക് പോവാം. നമ്മളിപ്പോ അപ്പുറത്തെ ഫാക്ടറിയിലത്തെ കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ കുറെ പെണ്ണുങ്ങൾ ഇരിക്കുന്നുണ്ട്. എന്താ സംഭവം? ഇത് എന്താ നടക്കണേ? ഇത് ചെക്കിംഗ് பண்ணிட்டு இருக்காங்க. மீட்டர் செக்கிங் டேமேஜ் இருந்தா அதெல்லாம் ரெக்டிஃபை பண்ணிட்டு പിന്നെ ഇവിടെ പില്ലറിന്റെ പാവാട സെറ്റ് പാക്കിംഗ്. ഓ, ഡാമേജ് ഇത് മുണ്ടാണ്. അത് ഇത് സെറ്റ് മുണ്ടാണ്. കമ്പിക്കര മുണ്ട്. ഇതും കട്ടിക്കരതാ. അത് പുലിയിലക്കര. ഇത് പുളിയര. നമ്മൾ അവരുടെ പ്രൊഡക്ഷനിൽ പാത്തോല്ല. ഈ പ്രൊഡക്ഷൻ നമ്മൾ ഫുള്ള് റോളായിട്ടായിരിക്കും വരാം അല്ലേ? അതെ അതെ. എന്നിട്ട് അത് ചെക്ക് ചെയ്ത് കറക്റ്റ് കട്ടിങ് ചെയ്ത് ഇതുപോലെ മടക്കി പാക്ക് ചെയ്ത്. ഇവിടെ കുട്ടികളുടെ ഇത് കുട്ടികളുടെ പാക്കിംഗ് ചേച്ചി. ഓക്കെ, ഇനി മെയിൻ സംഭവത്തിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. ഇതാണ് ഇവരുടെ മെയിൻ സംഭവം. ഇവിടെയാണ് മൊത്തം കളക്ഷൻസ് ഇരിക്കുന്നത്. അതും എല്ലാം കടയിലേക്ക് പോകുന്ന. അത് നിങ്ങൾ വന്നാൽ തന്നെ മനസ്സിലായി. കുറേ പേർക്കൊക്കെ എന്ത് സംഭവം എന്ന് വെച്ചാൽ ഇവിടെ കുറേ കടകളുടെ ഓണേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ കുറച്ച് ഡിലേ ആയി. സംഭവം അവരെ കാണിക്കാൻ പറ്റില്ല, അവരെ റിവ്യൂ എടുക്കാൻ പറ്റില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആഫ്റ്റർ 2 hours വെയിറ്റിംഗ്. പക്ഷെ കുഴപ്പമില്ല, നല്ലത് നമുക്ക് കാണിക്കാനായിട്ട് സമയം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എന്താണ് ഇനി ഇവിടെ മെയിനായിട്ട് നടക്കുന്നത്? അതുപോലെ ഈ മെഷീൻസ് എന്താണ്? നമ്മൾ പ്രസ്സിംഗ് മെഷീൻ മാം. അവിടെ റെഡിയാക്കി ഇതെല്ലാം പ്രസ് ചെയ്ത് ഫ്ലാറ്റ് ആക്കിയിട്ട് അയണിങ് പോലെ ഇതൊരു പ്രോസസ്സാണ്. ഓ, അപ്പൊ അയണിങ്ങിന് പകരം നമുക്ക് ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആയിട്ട് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാം പ്രശ്നം കാണിച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ വീണ്ടും കാണിക്കാം. ഇതിപ്പോ വർക്കിങ്ങിലല്ല. വർക്കിംഗ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂല. ഭയങ്കര ഭയങ്കര ശബ്ദമായിരിക്കും. അപ്പൊ ഇതില് ഒരു എത്ര 100 പീസ് വെക്കണം. 100 പീസ് വെച്ചിട്ട് അത് ഇങ്ങനെ അമുക്കി കറക്റ്റ് ഒരു. ഇപ്പൊ ശരിക്കും അവിടുത്തെ ഫാക്ടറിയിലത്തെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് ഇതുപോലെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് കുറച്ചിങ്ങനെ ബൾക്ക് ഫീലിംഗ് അല്ല ഫീൽ ചെയ്യണം. പക്ഷേ ഇതിൻ്റെ എക്സാക്റ്റ് അതെ ഇവിടെ ഒരെണ്ണുണ്ട്.
ഈ ഇത് കണ്ട, ഇത് അയൺ ചെയ്തതും ഇത് അയൺ ചെയ്യാത്തതും. അപ്പോൾ ഇത് ഫാക്ടറിയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മടക്കും, അതുപോലെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം, മീൻസ് എല്ലാം ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഈ അയണിങ് ചെയ്ത് വരുമ്പോൾ അതാ ഇത് ഇത്രയാണ്, ഇത് നല്ല ഫിനിഷിംഗ് കൂടെ വരും. അതെ, ഇതാണ് ഡിഫറൻസ് വരുന്നത് കേട്ടോ. അതാത് സ്ഥലത്തേക്ക് കിട്ടാൻ, അല്ലെങ്കിൽ അവർക്ക് മിസ്സിംഗ് ആയി പോകും. ഇനി നമുക്ക് കുറച്ച് കളക്ഷൻസ് കാണിക്കാം. അതിൽ തന്നെ ഇത് പ്രിന്റിംഗ് ഒക്കെ ഇവരെ തന്നെയാണ് കേട്ടോ. ഈ കാണുന്ന പ്രിന്റിങ്. അപ്പൊ പ്രിന്റിങ് നിങ്ങളുടെ ഓൺ, വീവിങ് നിങ്ങളുടെ ഓൺ, എല്ലാതും ഓൺ. എംബ്രോയിഡറി. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വരച്ചതൊക്കെ കാണിച്ചു ഹാൻഡ് ബ്രഷില്, ഹാൻഡ് പെയിന്റില് വരച്ചതൊക്കെ കാണിച്ചു തന്നിരുന്നു. അപ്പൊ ഇനി നമുക്ക് കുറച്ച് കളക്ഷൻ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാം? ഇത് നീ കൊടുത്ത സെയിം അതിന്റെ ഗ്രീൻ അല്ലേ? സെയിം അത് ആദ്യം വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, നല്ല രസമായിട്ടുണ്ട്. ഇത് കണ്ടുമ്പോൾ ഇഷ്ടം, എനിക്ക് ഇത് കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ളത്. ആക്ച്വലി ഇതിന്റെ സെയിം അതിന് കളർ ചേഞ്ച് ആയിട്ട് കിട്ടും. ഒരു ബനാറസി സ്റ്റൈൽ, ബനാറസിൽ അതിൽ ഗ്രീൻ വേണമെങ്കിൽ ഗ്രീൻ, മറൂൺ, പിന്നെ ഏതൊക്കെ ഷെയ്ഡ്? വൈൻ ഉണ്ട്, ബ്ലാക്ക്, കോഫി ബ്രൗൺ, നേവി ബ്ലൂ. ഈ കളേഴ്സ് ഉണ്ട്. പിന്നെ ബൾക്ക് എടുക്കണോ അല്ലെങ്കിൽ സിംഗിൾ പീസ് കിട്ടുമോ, എങ്ങനെയാ? ബൾക്കായിട്ട് എടുക്കുമ്പോൾ മിനിമം 25,000 rupees പർച്ചേസ് മാം, ഹോൾസെയിൽ ആൻഡ് ഇതൊക്കെ ഹോൾസെയിൽ ആയിട്ട് എടുക്കണം. പിന്നെ ഹോൾസെയിൽ തന്നെ ഇവരുടെ മാനുഫാക്ചർ റേറ്റ് എത്രയാണെന്ന് നമുക്ക് ചോദിക്കാം. 175 സ്റ്റാർട്ടിങ് 175 ആണ് മാനുഫാക്ചർ റേറ്റ് ആണ് പറയണത്. ബാക്കി ഏതിലാണ് 175 അതൊക്കെ നിങ്ങൾ ചോദിച്ചാൽ മതി. അപ്പോൾ 175 അടിപൊളി ഡ്രസ്സ് ഇവിടെ കിട്ടും. ഓക്കെ, ഇനി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ സ്റ്റാർട്ട് ചെയ്യാം. കുറേ പേരൊക്കെ ഇങ്ങനെ കസ്റ്റമേഴ്സ് പോയതിൻ്റെ ഒരു തിരക്കൊക്കെ കാണുന്നുണ്ട്. അതെ, അതൊന്നും ഒരു വിഷയമേ അല്ല ഞങ്ങൾക്ക്. അപ്പോൾ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണ്ടേ? കുറേ ഉണ്ടല്ലേ, ആകെ കൺഫ്യൂഷൻ. എവിടുന്നാണ് എടുക്കണ്ടേ, ഇവിടുന്നാണോ? നമുക്ക് എംബ്രോയിഡറിയുടെ വർക്ക് വരുന്നുണ്ട്, അതുപോലെ പ്രിന്റിൽ വരുന്നുണ്ട്, വാർലി പ്രിന്റിൽ വരുന്നുണ്ട്. ഇപ്പോഴത്തെ പോകാൻ പോണ ട്രെൻഡ് ഏതാണ്? ഇപ്പോൾ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ഫ്ലോറൽ ഇതുപോലെ ഇതല്ലേ? ഓക്കെ, ഈ ഒരു പ്രിന്റിലാണ് വരുന്നത്. പക്ക പ്യുവർ കോട്ടണിൽ വരുന്നത് അല്ലേ? പ്യുവർ കോട്ടൺ. ഓപ്പൺ ചെയ്തോട്ടെ? ചെയ്യാം. ഓക്കെ, കോട്ടൺ ആയതുകൊണ്ട് പിന്നെ ഇതിന്റെ മടക്ക് പോകണ്ടെന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും എടുത്ത് ചോദിക്കണത്. കട ഫ്രഷ് പീസാണ് നമുക്ക്. പ്രിന്റ്. ഓക്കെ, ഓപ്പൺ ചെയ്തോളൂ. ഓക്കെ, ഇത് ഇങ്ങനെയായിരിക്കും കേട്ടോ. അപ്പം ഇങ്ങനെ എല്ലാ 2 സൈഡും ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട്. കാണുമ്പോൾ നല്ല ഒരു സിമ്പിളാണ്, പക്ഷെ ഉടുത്ത് വരുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. ഇത് ഇപ്പോൾ ഞാൻ ഉടുത്തത് ഒരു റോസ് ഗോൾഡ് ടിഷ്യൂലാണ്. അപ്പോൾ ഇതാണെങ്കിൽ കോട്ടണിലാണ് വരുന്നത് കേട്ടോ. കോട്ടനും പിന്നെ ഇതിൽ സെറീൻ്റെ വർക്ക് അല്ലേ? ഇതിന്റെ ഈ വർക്കൊക്കെ വേറെ ഡിഫറെന്റ് ആയിട്ട്. ഇത് വന്ന് ഒരു പാറ്റേൺ. ഇതാണ് ഇവർ ഈ പ്രാവശ്യം പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വർക്ക്. ഇനി വേറെ വന്ന് നമ്മ യൂഷ്വൽ ഗോൾഡ് സരി ബോർഡേഴ്സ് പ്ലെയിൻ ഇருக்கு. ഈ മുകളിലിരിക്കണത് നോർമൽ, അതിൽ വേറെ വർക്ക് കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇതിനും ഉണ്ട് ഒരു പ്രത്യേകത. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ സെറിയുടെ തിക്നെസ് എത്ര ഇഞ്ച് വേണം എന്നുള്ളത് അതിനനുസരിച്ചിട്ടാണ് റേറ്റ് മാറുക. അതുപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുക. അറേഞ്ച് തൊട്ടില്ലേ? ഹാഫ് ഇഞ്ച് തൊട്ട് 1 inch 2 3 8 10 വരേക്ക് പോകും. 10 ഫുൾ സെറി വേണമെന്ന് പറഞ്ഞാൽ അതും ചെയ്ത് തരും അല്ലേ? ഓക്കെ, ഇനി അടുത്തത് നോക്കട്ടെ. കാണിച്ചത് പ്രിന്റ്സ് മാം, ഇതെല്ലാം നമ്മൾ ഓൾറെഡി പാത്തിട്ടോം. ഓക്കെ, ഇത് നോർമൽ നമ്മൾ എത്ര റേഞ്ച് വരേക്ക് പോകും നമുക്ക്? ഈ 175 തൊട്ട് 3,500 വരെ ഹോൾസെയിലുണ്ട്. ഹോൾസെയിലിന്റെ റേറ്റാണ് പറയണത്. എന്ന് വെച്ചാൽ ഇവിടെ ഹോൾസെയിൽ അല്ല, ആക്ച്വലി ഇവർ മാനുഫാക്ചർ ചെയ്യുന്ന ഹോൾസെയിലിന് റേറ്റ് അങ്ങനെയാണ് പോണത് അല്ലേ? കുറേ ഞാൻ ഇവിടുത്തെ ഓണേഴ്സിനൊക്കെ ഞാൻ ഇവിടെ കണ്ടുപിടിച്ചു. ഇവിടെ നിൽക്കുന്നതൊക്കെ ആരെയാണ് എന്താണെന്ന് ഒന്നും എനിക്ക് പേര് പറയാൻ പറ്റൂല, വെളിപ്പെടുത്താനും പറ്റൂല. ഇല്ല, സൊല്ലില്ല. ഓക്കെ, അടുത്തത് ഒരു ഗാഡ പ്രിന്റ്സ്. ഗാഡ പ്രിന്റ്സ് എന്നാ ഇതിനെ പറയാ? ഇത് ഗാഡ പ്രിന്റ്, അതായത് കര കുറി അല്ലാത്ത. ഇതില് ബോർഡർ ഇല്ല, പക്ഷെ എന്നാ ബോർഡർ തോന്നിക്കും. അതുപോലത്തെ ഒരു വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അതുപോലത്തെ ഒരുപാടുണ്ട് കേട്ടോ. ഇപ്പം ഈ വാർലിയില് ഇത് വാർലിയിൽ വരുന്നത്. ഇപ്പൊ ഇതില് കസവ് ഉണ്ടാവില്ല, ഫുൾ ഇങ്ങനെ ഒരു പ്രിന്റിലാണ് വരുന്നത്. ഒരുപാട് പ്രിന്റ്സ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ പ്രിന്റ്സ് തന്നെ എടുക്കണു. 1 2 3 4 പിന്നെ 5 ഇതൊക്കെ എടുക്കണം. 5 അങ്ങനെ ഒരുപാട് പ്രിന്റ്സ് ഉണ്ട്. അതിൽ ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വന്ന് നോക്കാം. വരാൻ പറ്റാത്തവർക്ക് എന്താ ഓപ്ഷൻ ഉള്ളത്? വീഡിയോ കോൾ ചെയ്യുമ്പോൾ എത്ര ടൈം ടു ടൈം മീൻസ്? ഇല്ല, എനി ടൈം ദേ ഡു. ഇന്റർനാഷണൽ കസ്റ്റമേഴ്സ്லாம் നൈറ്റ് 2 o'clock 3 o'clock കൂടെ വീഡിയോ കോൾ അപ്പോഴും നിങ്ങൾ കാണിച്ചു കൊടുക്കും. എന്താ സംഭവം എന്നറിയാം. അതിന്റെ റീസൺ വേറെ ഒന്നുമില്ല. ഇതിന്റെ ബാക്കിലാണ് ഇവരുടെ വീട്. അപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഓടി വരും. അവിടെ ലൈറ്റ് ഇട്ടിട്ട് ഫുൾ ലൈറ്റ് കാണിച്ചു കൊടുക്കും അല്ലേ? അതാണ് ഫുൾ ഡെഡിക്കേറ്റഡ്. ഇവരുടെ ബ്രദറിനൊന്ന് കാണിച്ചിട്ടത് പോയി ആളാ വഴിക്ക് ഓടി. ഓക്കെ, അടുത്തത് നോക്കിയാ. അടുത്ത കാണിച്ചതാ. പിന്നെ കുറച്ച് ഉഷാറാവ്, വേഗം സ്പീഡിൽ കാണിക്കാണ്ടില്ലേ? ഓക്കെ, ടിഷ്യൂல வந்து டபுள் பிரிண்ட்ஸ் இருக்கு, நிறைய டைப்ஸ் இருக்கு.
ഇത് ടിഷ്യൂ ഇല്ല, നേരത്തെ വെച്ചൊക്കെ കോട്ടൺ ആയിരുന്നു. ഇതിൽ ഒരു 50 വെറൈറ്റീസ് വരും ഇതിൽ തന്നെ അല്ലേ? ഈ ഇതിലിരിക്കുന്ന വെറൈറ്റീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ഏതെങ്കിലും ഒരുപാട് പ്രിന്റ്സ് ഉണ്ട്. ഇതൊന്ന് വെച്ചാൽ എടുത്ത് കാണിക്കുന്നത്. ഇപ്പോൾ ഇത് ടിഷ്യൂല് ഇത് ഈ ഒരു പ്രിന്റ്, ഈ പ്രിന്റ്, പിന്നെ അങ്ങനെ ഒരുപാട് ഉണ്ട്. ഇത് കാണിക്കുന്നത് മൊത്തം പ്രിന്റിലാണ് കേട്ടോ. അപ്പോൾ എത്ര പീസ് വേണമെങ്കിൽ അതും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇതെല്ലാം മ്യൂറൽസ് മാം, കോട്ടണിലെ മ്യൂറൽ. കോട്ടണിലെ മ്യൂറൽ ഇതെനിക്ക് ഭയങ്കര എൻ്റെ ഫേവറേറ്റ്. ഇത് എത്ര നാളായി ഞാനിത് കാണണമെന്നറിയോ. എന്നും അതായത് എത്ര കൊല്ലായാലും നമ്മൾക്ക് ഇത് ട്രെൻഡ് തന്നെയല്ലേ അല്ലേ? എവർഗ്രീൻ എന്ന് പറയില്ലേ, ആ ഒരു സംഭവമാണ് കേട്ടോ ഇത്. ഇതിൽ ആക്ച്വലി ആ ഒരു കളർ ഷെയ്ഡ് കൊണ്ടാണോ ഇതിന്റെ പ്രിന്റ് കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതൊരു എവർഗ്രീൻ സംഭവമാണല്ലോ. ഇത് നോക്ക്, പെയിന്റിംഗ് മാറി അപ്പടിയേ ഫുള്ളായിട്ട് ഇത് കാണിക്കാം. ഇതും ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇതിന്റെ വർക്ക് കാണണമെങ്കിൽ ഇത് ഫുൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിച്ചാലേ ഇതിന്റെ വർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് പിടിച്ച് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. ഇത് മുന്താണി പോർഷൻ മാത്രമല്ല, ഇതിന്റെ ബോർഡറിലും ഇതുപോലെ തന്നെ ആ ഒരു വർക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ ഒരുപാട് പ്രിന്റ്സ് ഉണ്ട്. ഇപ്പം ഇങ്ങനെ ഈ പ്രിന്റ് നോക്കുകയാണെങ്കിൽ ഈ പ്രിന്റും ഉണ്ട്. പിന്നെ ഇത് നേരത്തെ നമ്മൾ കണ്ടില്ലേ, അതിൻ്റെ തന്നെ ഇങ്ങനത്തെ വേറെ ഡിസൈൻസ് ചോദിച്ചാൽ ഇഷ്ടം പോലെ നമുക്ക് കിട്ടും. പിന്നെ അത് തന്നെയല്ല, നമ്മുടെ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ അതും ചെയ്തു തരും. ആൻഡ് സോറി സോറി എന്തിനാണെന്നറിയോ, ഒരു 2 മാസമായി എൻ്റെ പിന്നാലെ നടക്കണം. എനിക്കൊരു ഫോട്ടോ തായോ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഒരു സാരി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞാൽ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെ ഫോട്ടോ കൊടുത്താലും അത് ചെയ്ത് സാരി സോറി അതിനാദ്യം തന്നെ ഞാൻ സോറി പറയാട്ടെ, എൻ്റെ ഭാഗത്തെ മിസ്റ്റേക്ക് ആണ്. ഓക്കെ, അപ്പോൾ അതാ ഇതും ഒരു ന്യൂ ഡിസൈൻ തന്നെയാണ്. ഇത് നമ്മുടെ മുന്താണിയുടെ പോർഷൻ, മുന്താണി മാത്രമല്ല നമുക്ക് ഉൾ പോർഷനിലും ഈ ഒരു വർക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് എത്ര ചെക്കിൻ്റെ എത്ര വീതി കുറവ് കൂടുതലെന്ന് വെച്ചാൽ മൈക്രോ ചെക്ക് തൊട്ട് നല്ല വലിയ ചെക്ക് വരെ അവൈലബിൾ ആണ്. പിന്നെ ഇതെല്ലാം ജക്കാർഡ് വീവിംഗിൽ വരെ ഐറ്റംസ്. ഇത് മേടിച്ച ചിലത്തെ സംഭവം എന്താണെന്നറിയോ, ഏത് ബ്ലൗസും മാച്ച് ആയി പോകും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കേട്ടോ, മുന്തിയും അതുപോലെ തന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഫുൾ വീവിങ്. ഇതിൻ്റെ തന്നെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. അതിൽ കളറിൽ വേണമെങ്കിൽ കളറിൽ വരുന്നുണ്ട്, നിങ്ങൾക്ക് കളേഴ്സ് വേണമെങ്കിൽ കളേഴ്സ് ഉണ്ട്. അതിൽ തന്നെ ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ട്. ഇതൊക്കെ അതിന്റെയാണ് കണ്ടോ. ഇത് വെറും ഫുൾ ഗോൾഡ് മാം. കളേഴ്സ് വരും. അതെ, അതാണ് ഞാൻ പറയുന്നത്. മെറ്റീരിയൽസും 2-3 വെറൈറ്റി മെറ്റീരിയൽസും ഡിഫറെന്റ് റേറ്റ് ഒരു റേഞ്ചിൽ ഇരിക്കും. ഓക്കെ, അപ്പോൾ 175 തൊട്ട് 3000 വരേക്കുള്ള സാരീസ് ഇവിടെ ഉണ്ട് അല്ലേ? ഹോൾസെയിലും മാത്രം കേട്ടോ, ഹോൾസെയിൽ, നോ റീറ്റെയിൽ. വേണമെന്ന് വെച്ചാൽ ഒന്ന് സോപ്പിട്ടാ വേണമെങ്കിൽ സോപ്പിട്ടോട്ടോ ചോദിച്ചാൽ കിട്ടും ചിലപ്പോൾ. വെഡിങ് ഓർഡേഴ്സ് அந்த மாதிரி ബൾക്ക് ഓർഡേഴ്സ് വെഡിങ് ഓർഡേഴ്സ് അങ്ങനത്തെ ആകുമ്പോൾ അതാകുമ്പോൾ നമ്മൾ കൂടുതലും എടുക്കില്ല ബൾക്കായിട്ട്. പിന്നെ ഇത് ചെക്കിൽ വരുന്ന ഒരു വെറൈറ്റി ഞാൻ ഇവിടെ ഒരെണ്ണം അങ്ങോട്ട് കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല വർക്ക്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കണ്ട, ഇതും നന്നായിട്ടുണ്ടല്ലേ. ഇതിലിങ്ങനെ ഗോൾഡിൻ്റെ വര വന്നിട്ട് ഇങ്ങനെ ഒരു ബോർഡർ ആ ഒരു ഡിസൈനോട് കൂടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്ക്. ഇതിൽ കളേഴ്സ് ഉണ്ട് കേട്ടോ, മെറൂൺ തന്നെയല്ല, മെറൂൺ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ. ഒരു പാറ്റേണിനെ കാണുമ്പോൾ അത് തന്നെ. ഇനി നിങ്ങൾക്ക് ഗോൾഡിൽ മാത്രം വേണമെന്ന് പറയുകയാണെങ്കിൽ സ്ട്രൈപ്സിലെ വേരിയസ് പാറ്റേൺസ്. ഓ, ഇതൊക്കെ ഡിഫറെൻ്റ് ആണ് കണ്ട. ഒക്കെ ഗോൾഡിൽ തന്നെ ലൈൻസ് ആണ്. ലൈൻസ് ചിലതൊക്കെ മൈക്രോ ചെക്ക് വരുന്നുണ്ട്, ചിലത് വലിയ ചെക്ക് വരുന്നുണ്ട്. ഒക്കെ ലൈൻസ് ആണ് മെയിൻ, സ്ട്രൈപ്സ് ആണ് അല്ലേ? ഓക്കെ, ഗോൾഡ് ബേസിൽ கொஞ்சம் ലൈറ്റ് വെയിറ്റ് വെയർ பண்ணனும்னா இந்த மாதிரி സെറ്റ് ആവും. സിമ്പിൾ ആയിട്ട് നമുക്ക് സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല, നല്ലൊരു ഹെവി ബ്ലൗസ് അത് കുറച്ചുകൂടി അടിപൊളി. യങ്സ്റ്റേഴ്സ്ക്ക് ഇത് ரொம்ப പിടിക്കും. യങ്സ്റ്റേഴ്സ് ജെൻസി പിള്ളേർ. പിന്നെ ഗോൾഡിൽ തന്നെ പറയണ ജക്കാർഡിൽ തന്നെ ടിഷ്യൂ മാം. ഇത് ഫുള്ള് നമുക്ക് ആ ഗോൾഡിന്റെ ആ ഒരു കളക്ഷൻസ് ആണ് വരുന്നത്. ടിഷ്യൂല് ഇത് ഫുൾ ഇങ്ങനെ ലൈൻ. പക്ഷേ ഇതിന്റെ ഈ ഒരു വർക്കാണ് മെയിനായിട്ട് ഇത് മുന്താണിയുടെ പോർഷൻ വരുന്നത്. പിന്നെ സൈഡിൽ ഇങ്ങനെ ബോർഡറിൽ ഇങ്ങനെ വർക്ക് ഇങ്ങനെ. ഇത് ഒരു ജക്കാർഡായിട്ട് അതിൽ ഗോൾഡ്, റോസ് ഗോൾഡ്, സിൽവർ എല്ലാം കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു കളക്ഷൻ. ഇതൊക്കെ കാണിക്കുന്നൊക്കെ വിത്ത് ബ്ലൗസ് അല്ലേ? എല്ലാം വിത്ത് ബ്ലൗസ്. എൻ്റെ സാരി ഇത് സെയിം സാരി ഞാൻ ഉടുത്ത സാരിയോ. ഇത് ആക്ച്വലി വള്ളയറായിട്ട് ഇടണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. പക്ഷേ ഈ സാരി കണ്ടപ്പോൾ എനിക്ക് ഫ്ലീറ്റ് ആയിട്ട് ഉടുക്കണം തോന്നി. പിന്നെ ഇവിടെ ഒപ്പം പിടിച്ചു നിൽക്കണ്ടേ അല്ലേ? മനസ്സിലായില്ല. നിന്റെ കൂടെ നീ നല്ല ഭംഗിയിൽ നിൽക്കല്ല, നിന്റെ കൂടെ പിടിച്ചു നിൽക്കണ്ട നല്ല ഭംഗിയിൽ. അതുകൊണ്ട് ഫ്ലീറ്റ് ആയിട്ട് കൊടുത്തത്, അല്ലെങ്കിൽ വള്ളയറല്ലേ ഇടാറ് ഞാൻ. സിംഗിൾ ഫ്ലീറ്റ് അല്ലേ? ഇതിപ്പോ ഫ്ലീറ്റ് ആയിട്ട് നല്ല സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെയുണ്ട് ഇതിന്റെ ലുക്ക്. ഇത് ബ്ലൗസ് ഇതിന്റെ ഉള്ളിൽ കുത്തി കയറ്റി വെച്ച് കേട്ടാ, അതുകൊണ്ടാണ് ഈ ഒരു ബൾക്ക് ഫീൽ തോന്നുന്നത്. ബ്ലൗസും കൂടി ഉണ്ടല്ലോ. അപ്പൊ ബ്ലൗസ് ഇത് സെപ്പറേറ്റ് ആണ്, ഇതിന്റെ കൂടെ ഉള്ളതല്ല. ഇതിന്റെ ബ്ലൗസ് വേറെ ഉണ്ട്. ഓക്കെ, ഇതിൽ കളേഴ്സ് എല്ലാമേ ഞാൻ ഉടുത്തതിൽ തന്നെ കളേഴ്സ് ഇട്ടാ. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിൽ തന്നെ സിൽവറും വരുന്നുണ്ട്. ഇത് സിൽവർ, അത് റോസ് ഗോൾഡ്. ഇത്
സിൽവർ, ഇത് റോസ് ഗോൾഡ്. രണ്ടും ഏകദേശം ഒരു പോലെ ഡിസൈൻ കേട്ടോ. പിന്നെ അതല്ലാണ്ട് ഇവിടെ കളേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതാ ബ്ലൂ ഉണ്ട്, പിന്നെ ഈ കളർ ഷെയ്ഡ്, അങ്ങനെ കളേഴ്സ് ഉണ്ട്. ഇതൊക്കെ മുന്താണിയുടെ ഡിഫറെൻറ്റ് വർക്കുകളാണ് കേട്ടോ. ഉള്ളിലൊക്കെ ഇങ്ങനെ പ്ലെയിൻ ചെക്കായിട്ട് വരുന്നത്. ഇതാ എത്ര കളേഴ്സ് വേണം. ബ്ലാക്ക് വേണം, ബ്ലാക്ക് ഇതാ പിടിച്ചോ, ബ്ലാക്ക് കണ്ട. ഇതൊക്കെ മുന്താണിയിൽ വരുന്നത്. പിന്നെ ആനയല്ലല്ലോ ഇത്, മയില് അന്നപക്ഷി. അന്നപക്ഷി. ഇതാ അന്നപക്ഷി മയിലൊക്കെ ഒന്ന് തന്നെയാണോ? അല്ലല്ല, രണ്ടും വേറെ ഇല്ലേ? രണ്ടും വേറെ വേറെയാ. മയില് വേറെ, അന്നപക്ഷി വേറെയാണ്. അന്നം തരുന്ന അന്നപക്ഷി അല്ലേ? ഇതില് ഇത് കോപ്പർ വരുന്നുണ്ട്, സിൽവർ, പിന്നെ ഗോൾഡ്, എല്ലാം കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ കേട്ടോ. ഇതിന് മുന്താണി നോക്കിയേ, ചെറിയ ഒരു കോപ്പറിന്റെ മതി, അതന്നെ ധാരാളം അല്ലേ? സൂപ്പറായിട്ട് ഒരുപാടുണ്ടെന്നേ. ഈ കാണുന്നത് നോക്കിയാൽ ഇപ്പൊ ഈ എടുത്ത ഡിസൈനില്ലേ, ഇതിന്റെ ഡിസൈൻസ് ആണ് ഇവിടെ. ഇതിലിപ്പോൾ ടെമ്പിളിൻ്റെ വേണമെങ്കിൽ ഇതേയിരിക്കുന്നു ടെമ്പിൾ കണ്ട. എത്ര ഡിസൈൻസ് വേണം, അത് ഒരുപാടുണ്ട്. നമുക്ക് വന്ന് ചൂസ് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഒന്ന് വീഡിയോ കോൾ ചെയ്താൽ തന്നെ ഏകദേശം നിങ്ങൾക്ക് ഐഡിയ ഏകദേശം കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഈ സൈഡൊക്കെ സെയിം ആ ഒരു എംബ്രോയ്ഡറിയും പെയിൻറ്റും കൂടിയിട്ട് മിക്സ് ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ. പിന്നെ പറയൂ, മലയാളം അറിയില്ലേ? സൊല്ല്. ഇതെല്ലാം ചെക്സ് ആൻഡ് സ്ട്രൈപ്സിൽ വരുന്ന ഡിഫറെൻറ്റ് പാറ്റേൺസ് ആണ്. ഇതാ ഇവിടുത്തെ വലിയ മുതലാളിയാണ്, എന്നിട്ടാണ് പറയാൻ പറയുമ്പോ ഇത്ര പേടി. എന്താണ്? ഞാൻ മുതലാളി ഇല്ല മാം, മുതലാളിയുടെ ഡോട്ടർ മാം. ഡോട്ടർ എന്നാലും വലിയ ഒരു കൊച്ചു മുതലാളി തന്നെയല്ലേ? ഇല്ല മാം, ഫസ്റ്റ് പ്രൈമറി എംപ്ലോയി. അത് കളിക്ക്. ഇത് എംബ്രോയിഡറി. ഇത് എംബ്രോയിഡറിയിൽ വരുന്നതാ. ഇത് ഫുൾ ടൈപ്പ്. നിങ്ങൾക്ക് എംബ്രോയിഡറി വേണം, മിക്സ് ആയിട്ട് പെയിന്റ് വർക്കും കൂടി. ബ്രഷ് വർക്ക് മാം, ഹാൻഡ് ബ്രഷ് വർക്ക്. ഇത് ഓൺ ചെയ്തതാ? ഇത് സാമ്പിൾ മാത്രം ഞാൻ ചെയ്തത്, ബൾക്ക് ഞാൻ ചെയ്തു. ബൾക്ക് ചെയ്തില്ലേ? സാമ്പിൾ ചെയ്തിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്, എന്നിട്ട് അത് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ അവർ ചെയ്യിപ്പിക്കും. ഇതും ഹാൻഡിൽ പെയിന്റ് ചെയ്തതാണ്. ഇത് പെയിന്റ് ഉള്ള ഇരിക്കുന്നത് പെയിന്റ് ആണ്, വെളിയിലെ എംബ്രോയിഡറി. ഓക്കെ. ഇത് ഈ ബ്രൗൺ ഷെയ്ഡ് ഫുൾ പെയിന്റ് ആണ്. പിന്നെ പുറത്ത് ഈ ഗ്രീൻ കാണുന്നത് എംബ്രോയിഡറിയുടെ വർക്ക് അല്ലേ? ഇത് ഞാനും എൻ്റെ കസിനും പെയിന്റ് അടിച്ചു. ഈശ്വരാ, ഫുൾ പെയിന്ററായി എവിടെ എല്ലാവരും. ഇത് നല്ല കോട്ടൺ കേട്ടോ, സോഫ്റ്റ്, നല്ല സോഫ്റ്റ് കോട്ടൺ. മൊത്തം പെയിന്ററായാ? പെയിന്റർ, വീവർ, വർക്കർ, മാനുഫാക്ചർ, എന്ത് വേണം ഇനി. ഓക്കെ. പിന്നെ എല്ലാമേ ചെക്സ് ടിഷ്യൂസിൽ വര ഡിഫറൻസ്. ഇത് ഒരുപാടുണ്ടോ, എന്തോരെന്ന് വെച്ചിട്ട് ഇപ്പം എടുക്കുക കാണിക്കുക, അത്രയധികം കളക്ഷൻസ് ഉണ്ട്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഒരുവിധം മിക്ക ഹോൾസെയിൽ കടകളിലേക്ക് ഇവർ സപ്ലൈ ചെയ്യുന്നുണ്ട് ഇല്ലേ? യെസ് മാം. അത് നേരിട്ട് ഞാൻ കണ്ട കാഴ്ചയാണ്, അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഒന്നോ രണ്ടോ ആൾക്കാരല്ല, ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്. യെസ് മാം. ദേ ഇത് നോക്കിയേ, ചെമ്പത്തി. ഇത് ഡിജിറ്റൽ പ്രിന്റ് അല്ലേ? ഡിജിറ്റൽ ഇത് ചെക്കിലാണ് കേട്ടോ. ചെക്കിൽ ഡിജിറ്റൽ പ്രിന്റ് വരുന്നത്. പിന്നെ ഇതിന്റെ എക്സാക്ട് റേറ്റ് കാര്യങ്ങളൊക്കെ അറിയണമെന്ന് വെച്ചാൽ വിളിച്ച് ചോദിച്ചാൽ മതി. കാരണം എന്ന് വെച്ചാൽ നമുക്ക് റേറ്റ് പറയാൻ പാടില്ല, സ്റ്റാർട്ടിങ് റേറ്റ് മാത്രമാണ് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇത് ഒരു പ്ലെയിനിൽ തന്നെ റോസ് ഗോൾഡിൽ വരുന്നതാണ് കേട്ടോ. റോസ് ഗോൾഡിൽ തന്നെ ഒരു ഡാർക്ക് ലൈറ്റ് ഷെയ്ഡ് അങ്ങനെയും ഉണ്ട് കണ്ടാ, ആ ഒരു ഡിഫറൻസിൽ. ഇനിയിപ്പോൾ അതിൽ തന്നെ നമുക്ക് പക്ക ഗോൾഡിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഇതിലും ഉണ്ട്. ഇതിൽ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ഇതൊക്കെ കോട്ടണിൽ വരുന്ന ഒരു സംഭവമാണ് കേട്ടോ. എത്ര പീസ് വേണമെങ്കിലും ചോദിച്ചാൽ ഉണ്ടാവും. യൂണിഫോം ആയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഇത് എംബ്രോയിഡറി ഒരു ഡിസൈൻ ഫ്ലവർ പ്രിന്റ് പോട്ടത്, അതിൽ എംബ്രോയിഡറി. ഓക്കെ. ഇത് ഉള്ള ഫുള്ള ഗ്രാൻഡാ இருக்கும். ഉള്ള തുറക്കണം അല്ലേ? നല്ല ഗ്രാൻഡാ இருக்கும். അതെ. ഇതാ ഇത് കുത്തണ ഭാഗം, ഇത് കുത്തണ ഭാഗം. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഇത് ന്യൂ ഡിസൈനാ. ഓരോരോ കൊല്ലം ഓരോരോ ന്യൂ ഡിസൈൻസ് നിങ്ങൾ ഇറക്കൂല്ലേ? അതിലവിടെ പിടിച്ചു നിൽക്കാനും പറ്റില്ലല്ലോ, അത്രയും വെറൈറ്റീസ് നമുക്ക് ഇറക്കണം. പിന്നെ എപ്പോഴും ഫ്രഷ് വേണം. പക്ഷെ ഈ ഒരു ഷോപ്പ് എന്ന് പറയുമ്പോൾ ഷോപ്പിന്റെ പേര് നമ്മൾ പറഞ്ഞില്ലേ ഇതുവരെ? MK Fabrics. അപ്പോൾ നൂലാട്. അപ്പോൾ ഇത് എന്താ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് വലുത് മനസ്സിലായി? പുറത്ത് ബോർഡ് കാണുമ്പോൾ നമുക്ക് നൂലാടേരെ ബോർഡും കാണാം, MKയും ബോർഡ് കാണാം. എന്താണ് ഇതിന്റെ ഡിഫറൻസ്? മാനുഫാക്ചറിങ് வந்து MK Fabrics. ഓക്കെ. ഇ-കോമേഴ്സിലെല്ലാം ഇരിക്കുന്നത് നൂലാടെ വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ വെബ്സൈറ്റിൽ നിന്ന് സിംഗിൾ പീസ് ആയാലും കിട്ടും, അത് റീറ്റെയിലേക്ക് കിട്ടും. നൂലാടെ എന്ന് പറയുന്നത് റീറ്റെയിലാണ്. അത് വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഒരു പീസ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്തിട്ടായാലും സിംഗിൾ പീസ് മേടിക്കണമെങ്കിൽ മേടിക്കാം. പക്ഷേ അത് റേറ്റ് ഡിഫറൻസ് ആയിരിക്കും. ഹോൾസെയിലിൽ കൊടുക്കുന്ന റേറ്റ് ആവില്ല നമുക്ക് റീറ്റെയിലിൽ കിട്ടുന്ന റേറ്റ്, പക്ഷെ കുറവാണ്.
ആ റേറ്റ് കുറവാണ്. പിന്നെ വേറൊരു കാര്യം കൂടി എടുത്ത് പറയാന്ന് വെച്ചാൽ ഇപ്പൊ 175 എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചീപ്പ് ക്വാളിറ്റി, ചീപ്പ് റേറ്റ്, ആ സംഭവങ്ങളായിരിക്കും നിങ്ങളുടെ മൈൻഡിൽ വരുന്നത്. പക്ഷെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പം 175 നിങ്ങൾ മേടിക്കായാലും നിങ്ങൾക്ക് അത് പുറത്ത് ഒരു 500, 600, 700 ആ റേഞ്ചിനൊക്കെ വിൽക്കാൻ പറ്റിയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഐറ്റമാണ്. അല്ലാണ്ട് ഈ പുറത്ത് നമ്മൾ 200 രൂപയ്ക്ക് വിൽക്കുന്ന സാധനം 50 രൂപയ്ക്ക് കിട്ടുമോ, 100 രൂപയ്ക്ക്, അത് ഇവിടെ ഇല്ല. ആ സംഭവം ചോദിച്ചിട്ട് വിളിക്കും വേണ്ട. മീഡിയം ആൻഡ് ഹൈ ക്വാളിറ്റി മാത്രമേ ഉണ്ട്. അങ്ങനെയാണ് ഇവരുടെ പ്രൊഡക്ഷൻ. ഞാൻ ഉള്ളിടത്തോളം കണ്ടിടത്തോളം ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ അതാ ഇതും എംബ്രോയിഡറിയിൽ തന്നെ എനിക്ക് ഇത് കാണിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടമായത് എനിക്ക് ഇത് കാണിക്കാനാണ്. ഇതിന്റെ ഒരു ഡിസൈൻ, ഇത് എന്താ நிறைய ഫണ്ണി ഡിസൈൻസ് എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഡൂഡിൽ ഡിസൈൻ മാതിരി സ്കെച്ച് பண்ணது. ഇത് ആക്ച്വലി ഫുൾ ത്രെഡ് വർക്കാണ്, വീവിങ് അല്ല. വീവിങ് ആണ്. ഇതല്ല പെയിന്റ് ചെയ്ത് വെച്ചിരിക്കണതോ അല്ലെങ്കിൽ വരച്ച് വെച്ചിരിക്കണതോ പ്രിന്റോ ഒന്നുമല്ല, ഫുൾ വീവിങ്ങിൽ വരുന്ന ഒരു കളക്ഷനാണ്. ഇനി നമുക്ക് ഡിജിറ്റലിലേക്ക് പോയാലോ? ഡിജിറ്റൽ നിറയെ കളക്ഷൻസ്, ഡിജിറ്റലിലും ഒരുപാട് കളക്ഷൻ. അതിനകത്ത് വേറൊരു ഡിസൈനാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് കോട്ടണിൽ വരുന്നത്. ഇനി ഡിജിറ്റലിലേക്ക് ഒന്ന് കുറച്ച് കാണിക്കാം. ഡിജിറ്റൽ ആനരെ ആനല്ല, ഇത് ഒരു രാധ, ഇത് കൃഷ്ണ ഗോഡിന്റെ രാധാകൃഷ്ണൻ. ഇത് മുന്താനി ഇങ്ങനെ. അപ്പൊ ഇതും ചോദിച്ചിട്ട് വരുന്നുണ്ട് അല്ലേ? ഇതും നല്ല ഡിമാൻഡ്. ഇത് ബോർഡർ നല്ല കലംകാരി ഇൻസ്പയർഡ്. ഇതാ കലംകാരി ഇൻസ്പയർ ആയിട്ടുള്ള ബോർഡർ കുറച്ച് നല്ല വീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഡിജിറ്റലിലും ഒരുപാടുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവർക്ക്. ഡിജിറ്റൽ തന്നെയല്ല, എല്ലാത്തിലും. ഓ ആരി വർക്ക്. ഇതാ ആരി വർക്ക്. ഇത് ബ്ലൗസും സെറ്റാ വരും. വിത്ത് ബ്ലൗസ് ബ്ലൗസ് വർക്കോട് വരും. ഇത് കസ്റ്റമൈസ് ഡിസൈൻസ് பண்ணனாலும் பண்ணிக்கலாம். ഇതിൽ തന്നെ നമുക്ക് കസ്റ്റമൈസ് ഏത് ഡിസൈൻ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ആരി വർക്കിൽ ചെയ്യുന്നതാണ്. ആരി വർക്കിൻ്റെയും കളക്ഷൻസ് ഉണ്ട്. ജസ്റ്റ് സാമ്പിളായിട്ട് 2-3 പീസൊക്കെ കാണിച്ചു കൊടുപ്പിക്കുക. കാരണം ധോത്തി എന്ന് പറയുമ്പോൾ ഇതുക്കും മേലെ മുകളിൽ കാണാൻ കിടക്കുന്ന അല്ലേ, സെറ്റ് മുണ്ട് ഇരിക്കുന്നുണ്ട്, ധോത്തി ഉണ്ട്, കുട്ടികളുടെ കളക്ഷൻസ് ഉണ്ട്. നേരത്തെ ഡിജിറ്റൽ പ്രിന്റ്. കൃഷ്ണർ, ഇതിലും കൃഷ്ണനുണ്ട്, 2 ആന, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ വാഴ എല്ലാം കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു കോംബോ അല്ലേ എല്ലാം ചെയ്തിരിക്കുന്നത്. ഡിജിറ്റലിൽ വരുന്നത് കേട്ടോ. പിന്നെ நிறைய എംബ്രോയിഡറിംഗിൽ എല്ലാമേ ബ്രൈഡൽ വർക്ക്സ് എല്ലാമേ ഇരിക്കുന്നു. ഇതില്ലേ എംബ്രോയിഡറിയുടെ വർക്കിൽ വരുന്നത് കേട്ടോ. എംബ്രോയിഡറി തന്നെയല്ല ഇവിടെ ഈ ഇതൊക്കെ സാരി തന്നെയാ? എല്ലാം സാരിയാണ്. എല്ലാം ഓരോരോ ബൊട്ടീക്ക് എക്സ്ക്ലൂസീവ് ഡിസൈനേഴ്സ്. അതാണ് ആ ഒരു മടുക്ക് വേറെ വന്നത് അല്ലേ. മറ്റേ നമ്മൾ പിടിക്കുന്നതിന്റെ മടുക്ക് ഇങ്ങനെയായിരിക്കും, ആ മടുക്ക് വ്യത്യാസമുണ്ട്. രണ്ടും തമ്മിലുള്ള മടുക്ക് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചാൽ ഇത് സാരിയാണോ എന്ന് എനിക്കൊരു ഡൗട്ടായിരുന്നു. ഇതിന്റെ വർക്ക് മടക്ക് വേറെയൊക്കെ വെച്ചിരിക്കണതാ. ഇത് നോക്കിയാൽ ഇതും ആ ഒരു ത്രെഡ് വർക്കിൽ വരുന്ന ഒരു കളക്ഷൻ തന്നെയാണ് കേട്ടോ. ഇത് ആക്ച്വലി ഇങ്ങനെ കാണുമ്പോൾ ഒരു ഓപ്പൺ ചെയ്ത് മതി കേട്ടാ. ത്രെഡ് വർക്കിലാണ് ഫുൾ. ഇങ്ങനെ ഇപ്പൊ ചെക്കാണ് പാറ്റേൺ കൂടുതൽ, സ്ട്രൈപ്സ്. പക്ഷെ എനിക്ക് എന്താ ഇവളെടുത്ത് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമായി അല്ലേ. പക്ഷെ ബ്ലൗസ് ഇപ്പൊ ഉടനെ 10 minutes റെഡി. ഇപ്പൊ സ്റ്റിച്ച് ചെയ്തതാ? കാലത്ത് സ്റ്റിച്ച് ചെയ്തോ? ഞാൻ രാവിലെ വിളിച്ച് പറയുമ്പോഴേക്കും ഓ സൂപ്പറായി, അതിന് കൊടുക്കായി. ഞാൻ കാലത്ത് വിളിച്ചു പറയും ഞാൻ ഇപ്പൊ എത്താട്ടോ അത് പറയുമ്പോഴേക്കും സ്റ്റിച്ച് ചെയ്യല് കഴിഞ്ഞ എല്ലാം സെറ്റ് ആവല്. സൂപ്പർ സൂപ്പർ സൂപ്പർ, അടിപൊളി. പിന്നെ എന്താ കുട്ടികളുടെ കളക്ഷൻസ് ഉണ്ട് അല്ലേ? കുട്ടികളുടെ മുണ്ട് അത് വെൽക്രോ ധോത്തി അല്ലേ? ഇത് ബോയ്സ്ക്ക് வந்து இப்ப കുർത്തി ന്യൂ പാറ്റേൺஸ்ல கொஞ்சம் பிரீமியமா பண்ணிருக்கேன். എത്ര സൈസ് വരെ? 1 to 10 വரைக்கும் ரெடி അവൈലബിൾ. അത് வந்து വേറെ ഡിസൈൻ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് കോട്ടണിൽ തന്നെ അല്ല? കോട്ടണിൽ ഹാൻഡ്ലൂം ടച്ച്, റോ സിൽക്ക്. ഒരു ഹാൻഡ്ലൂം ടച്ചിൻ്റെ ഒരു ഫീലിംഗ് നമുക്കിതിൽ കാണുന്നുണ്ട്. പ്യുവർ കോട്ടൺ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും, പക്ഷേ പ്യുവർ കോട്ടൺ അല്ല, ഇത് റോ സിൽക്കിലാണ് വരുന്നത്. ഇതിലുണ്ട് കളക്ഷൻസ്. ഇത് ഒരു ഷൈനിങ് വരും, കുറച്ച് സിൽക്ക് മാറി വരുന്നത്, സിൽക്ക് ടൈപ്പ് ആയിട്ടുള്ളത്. അപ്പൊ ഇതിന് 10 വയസ്സ് വരെ കളേഴ്സും ഉണ്ട്. ഈ കാണുന്നത് ബൾക്ക്, ഇതിലും ബൾക്ക് ക്വാണ്ടിറ്റീസ് പണിക്കളാ അപ്പൊ ചെയ്ത് തരുന്ന അതിന്റെ അർത്ഥം. ഓക്കെ, പിന്നെ ആ സെറ്റ് മുണ്ടല്ല അവിടെ ഫുൾ കളക്ഷൻസ് ഇരിക്കുന്നത്. ഇത് സാരി, അപ്പുറത്തിരിക്കുന്നത് സെറ്റ് മുണ്ട്. പിന്നെ അവിടുന്നാണ് നമ്മൾ എൻട്രി ചെയ്തത്. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി ഹാൻഡ്ലൂം റെപ്ലിക്ക. ഓ, ഇത് ആക്ച്വലി ഈ ഒരു സെക്ഷൻ ഇവരുടെ ഒരു ബ്രൈഡൽ സെക്ഷൻ. ഇത് ഓരോരോ പീസൊക്കെ ഉണ്ടാവുള്ളൂ. ഈ ഓരോ പീസ് എന്ന് പറഞ്ഞാൽ ബ്രൈഡിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വർക്കാണല്ലോ. ഇത് നോക്കിയാൽ ഫുൾ താമര ഉള്ളിലും ഉണ്ട്, മുന്താണിയിലും ഉണ്ട്, ഉള്ളിലും ഉണ്ട് ഈ ഒരു വർക്ക്. പിന്നെ ഇതും ഒരു ബ്രൈഡ് ഇൻസ്പയർ ആയിട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ? ഒരു കാഞ്ചിപുരം ഇൻസ്പയർഡ് ആയിട്ടുള്ളത് ആ ഒരു ഫീലിംഗ് ആയിട്ട് എനിക്ക് പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ വന്നത്. ഇതിൽ ഒരുപാടുണ്ട്. ഇതൊക്കെ ഒരു ബ്രൈഡിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കളക്ഷൻസ് ആണ് മൊത്തം ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ. അത് ഫുൾ ഒരു കാഞ്ചിപുരം സ്റ്റൈലില്
നമുക്ക് ശരിക്കും കാഞ്ചിപുരം സാരീസ് ഒക്കെ മേടിക്കുമ്പോൾ കാണുന്ന ഡിസൈൻസ് ഒക്കെ തന്നെയാണ് ഇവിടെ ഈ ബ്രൈഡിന് വേണ്ടിയിട്ട് ചെയ്തു വെച്ചേക്കുന്നത്. പിന്നത്തെ കാര്യം എന്ന് പറയാനായിട്ട് ബ്രൈഡ് ആൻഡ് ഗ്രൂം കസ്റ്റമൈസ്. യെസ് മാം, അത് പറയും. பிரைட் அண்ட் க்ரூம்ஸ்க்கு வந்து எனி டிசைன்ஸ் அண்ட் எம்ப்ராய்டரி பிரிண்டிங் ஒரு ஹேண்ட் பெயிண்டிங் கஸ்டமைஸ் பண்ணி கொடுத்துக்கலாம். എല്ലാം ചെയ്ത് തരും. അത് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, അവളും കൂടി പറയണ്ട. അത് ഞാൻ സത്യം പറഞ്ഞ പേര് ഇപ്പോഴും മറന്നു കേട്ടോ. ദേവിപ്രിയ അല്ല, അതല്ല, 2 വർഷമായിട്ട് സംഭവം വരുന്നുണ്ട്. ഫസ്റ്റ് ടൈം വേറെ എന്തോ പേരാ പറഞ്ഞത്, കീർത്തന. അത് പറഞ്ഞിട്ട് എൻ്റെ പൊന്നെ, ആദ്യം കീർത്തനയാണ് വീഡിയോയിൽ പറഞ്ഞത്. കീർത്തി, അത് വീട്ടിൽ വിളിക്കണ പേര്. ശരിക്കുള്ള ഒഫീഷ്യൽ നെയിം ദേവിപ്രിയ. അപ്പൊ എല്ലാരും ദേവിപ്രിയ എന്ന് മാത്രം വിളിക്കാം. ഞാൻ വിളിക്കുന്നത് ദേവു. ഓക്കെ അല്ലേ? ശരി. ഞാൻ ഇവിടെ മലയാളം ചേച്ചി അത് കേട്ടപ്പോഴേക്കും അത് ചിരിക്കാൻ. ഒരു മിനിറ്റ്, മലയാളം ചേച്ചി നിന്ന് കാണിച്ചു തരാം. മലയാളം ചേച്ചി കേട്ടപ്പോഴേക്കും അത് ചിരിച്ചു. ഞാനിങ്ങനെ ദേവു എന്ന് വിളിക്കുമ്പോഴേക്കും ഇതാണ് നമ്മുടെ മലയാളം ചേച്ചി. അപ്പൊ മലയാളത്തിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഈ കുട്ടിക്ക് മലയാളം അറിയാം, ആ കുട്ടിക്ക് മലയാളം, എനിക്കും മലയാളം അറിയാം. ഇനി ട്വിൻസിനെ ഒന്ന് കാണണം. ട്വിൻസ് അത് ട്വിൻസിനെ ഞാൻ പറഞ്ഞത് വെറുതെ അല്ല, ഈ ഒരു ഡ്രസ്സ് ഇട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ട്വിൻസ് എന്ന് പറഞ്ഞത്. ആക്ച്വലി ട്വിൻസ് അല്ല, ഇത് കസിനാണ്, സിസ്റ്ററാണ്, കസിൻ സിസ്റ്റർ. എൻ്റെ പേര് പ്രതീക്ഷ. നല്ല സ്മെല്ല് വന്നപ്പോ ഭയങ്കര നല്ല പെർഫ്യൂമൊക്കെ അടിച്ച് കുളിച്ച് സുന്ദരി കുട്ടിയായിട്ട് വന്നാൽ കാണല്ലേ. അപ്പൊ ഇങ്ങനെ ഞാൻ നേരത്തെ കാണിച്ച ഗ്രീൻ അതല്ലല്ലോ ഇത്. அதுல இது வேற பேட்டர்ன் எம்ப்ராய்டரி இருக்கு. പിന്നെ ഈ ബോർഡർ വരുന്ന. ഓക്കെ. ആ ഒരു വ്യത്യാസമല്ലേ, രണ്ടും ഒപ്പത്തിന് നിന്ന്. ഇതില് ഇപ്പൊ വരുമ്പോ ഗോൾഡിന്റെ അതിലാവുമ്പോ എംബ്രോയിഡറി, അതിലാവുമ്പോ ബോർഡർ വരില്ല, ഇതിലാവുമ്പോ ബോർഡർ വരും. ഇതിന് ഏതാ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അപ്പൊ ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ ആണ് കാണിച്ചു തന്നത്, പക്ഷെ ഒരുപാടുണ്ട്. ഈ ബ്ലൗസ് ഇതിന്റെ ഗ്രീനാ വരാ. ഗ്രീൻ വേണമെങ്കിൽ ഇതിലെ ഗ്രീൻ വരും. ഇപ്പൊ നമ്മളിത് ഒപ്പിച്ചതാണ്. വേറെ നിവൃത്തിയൊന്നുമില്ല, ബ്ലൗസിലാണ്ട് വരാൻ പറ്റില്ലല്ലോ. മലയാളം അറിയോ? പുറിഞ്ഞു മലയാളം അറിയോ? മൂവി കാണും, മലയാളം മൂവി ഫാൻസ്. ഓ, മലയാളം മൂവി ഫാൻസാ. ഞങ്ങള് വിജയ് ഫാൻസാ. ഓ, ഞങ്ങളും. ഓക്കെ. ഇനി അടുത്തത് ഈ സൈഡ് പോവാം നമുക്ക്. എന്തായാലും ഇവിടെ എന്താണ് നമുക്ക് സെക്ഷൻ? സെറ്റും മുണ്ടിന്റെ ഒരു സെക്ഷൻ. അപ്പൊ നമ്മുടെ സാരീസിന്റെ ആക്ച്വലി കഴിഞ്ഞിട്ടില്ല, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പക്ഷെ അത് നമുക്ക് ഇനി അവർ വീഡിയോ കോൾ ചോദിക്കുമ്പോൾ കാണിച്ചു കൊടുത്താൽ മതി. ഇനി ബാക്കിയുള്ളതെന്ന് പറയണത് എങ്ങനെയാണ് ഇവിടെ സെറ്റ് മുണ്ടിന്റെ കാര്യം? മുണ്ടില് வந்து ടിഷ്യൂസ്ல വെറൈറ്റി മാം, സ്ട്രൈപ്സ്, അതിലെ മൾട്ടി പ്രിന്റ്സ്. ഇത് സ്ട്രൈപ്പ് മാത്രം, സ്ട്രൈപ്പില് ഡിജിറ്റൽ പ്രിന്റ് വരുന്നത്. ഇത് മൾട്ടി പ്രിന്റ്സ്. ഇത് പ്ലെയിനില് ബോർഡർ മാത്രം ഡിഫറൻസ് വരുന്നത്. പിന്നെ അതല്ലാണ്ട് ഇങ്ങനെയല്ല, കസവ് വേണ്ട, നിങ്ങൾക്ക് നേരിയ കസവില് കുറച്ചിങ്ങനെ വർക്ക് കാര്യങ്ങള്. ഇത് കമ്പിക്കരയാ ഇല്ല, ഇത് പേര് കമ്പിക്കരാന്ന് പറയാ. പ്രിന്റ്. ഇതിന്റെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന്റെ ഒരു സെക്ഷനാണ് ഈ മൊത്തം ഐറ്റം വരെ ഫുൾ കാണുന്നത്. പിന്നെ ഇത് ഒരു ന്യൂ ഐറ്റം ലോഞ്ച് பண்ணிருக்கோம் இப்போ. ഓഹോ, ഇതിപ്പോ ഏത് ഉടുക്കണ്ട അങ്ങനെ ഒരു ഫീലിംഗ്. നല്ല ബോഡി ഫുള്ള് ജക്കാർഡ് പാറ്റേൺ. ഇത് ജക്കാർഡ് അല്ലേ? ലൈറ്റ് വെയിറ്റ് ആവും. ലൈറ്റ് വെയിറ്റ് ആണ്. ഉടുക്കാൻ നല്ല സുഖമായിരിക്കും. പറന്ന് പോവാവോ, ഫ്ലൈ ആയി പോവാവോ. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് പുലിയിലെ കരയിലെ പ്രിന്റ് മാം. ഇത് പ്യുവർ കോട്ടൺ, മിക്സ് ഇല്ലാത്ത ഐറ്റം. മിക്സ് ഇല്ലാത്തത്. അപ്പൊ മിക്സ് ഉള്ളതും മിക്സ് ഇല്ലാത്തതും ഉണ്ട്. അപ്പൊ അത് റേഞ്ച് അതിനനുസരിച്ച് ഡിഫറൻസ് വരും. ഇതും ഇവിടെയും ഈ സെയിം തന്നെ. ഇതെല്ലാമേ കട്ടിക്കര മാം. 1 ഇഞ്ച് 2 ഇഞ്ച് വീതി. ഓ, എല്ലാം മിക്സ് ചെയ്തിരിക്കും. മിക്സ് അങ്ങനെ വെച്ചിരിക്കുകയാണല്ലോ, ഒക്കെ ഓരോരോ സെക്ഷൻ വൈസ്. പിന്നെ ഈ റാക്ക് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇവിടെ ഈ ഒരു ഷോറൂം സെറ്റപ്പ് അല്ല, ജസ്റ്റ് മുകളിലേക്കൊക്കെ വേണമെങ്കിൽ കാണാം. നമുക്ക് ഇതൊരു ഫാക്ടറി അല്ലെങ്കിൽ മാനുഫാക്ചർ. ആ ഷീറ്റ് ഇട്ടതൊന്നും ഞാൻ കാണിക്കില്ല, ഷോറൂം അല്ലല്ലോ അത്. ആ ഷോറൂമിലൊക്കെ ആവുമ്പോഴാണ് ശരിക്കും AC സെറ്റപ്പ് ആ ഒരു സ്റ്റൈലില് ആ ഒരു ഇതിലാണ് വരിക. പക്ഷെ ഇവിടെ അതല്ല, ഇത് പക്ക മാനുഫാക്ചർ അവിടെ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കുന്നു. ഇവിടുന്ന് എടുക്കലും കാലിയാവില്ല അല്ലേ? അങ്ങനെയാണ്. പിന്നെന്താ? പിന്നെ സെറ്റ് മുകളിൽ നിറയെ വെറൈറ്റീസ് ഇருக்கு, ഒരുപാടുണ്ടെന്നേ. ഇതെല്ലാം സ്ട്രൈപ്സ്, കോട്ടൺ സ്ട്രൈപ്സിലെ ഡിഫറൻസിയേഷൻസ്. പിന്നെ ഇങ്ങനെ കിളി പോലെ പ്രിന്റ് അല്ലേ? ഇത് പ്രിന്റ് ആണ്. അപ്പൊ ഇത് 2.80 പിന്നെ 3 മീറ്ററാ? 2.80 தான் இப்ப കൂടുതൽ മാഡം. ഇല്ലனா 2.5. 2.80 ആണ് കൂടുതൽ വെക്കുന്നത്. 2.5 ആകുമ്പോൾ കുറച്ച് ചെറുതാവുമല്ലോ അല്ലേ? അത് കാരണം. അപ്പൊ ഏകദേശം ഒരു 3ന്റെ അടുത്തേക്ക് ആയി. പിന്നെ ആ നേരത്തെ പറഞ്ഞ ഇഞ്ചില്ലേ, അതില് വീതി കൂടിയ ഇഞ്ച് വേണമെങ്കിൽ ഇത് വീതി കൂടിയ ടൈപ്പ് ഇട്ടാ 3 ഇഞ്ച് വരും. അപ്പൊ ചെറുത് തൊട്ട് 1 ഇഞ്ച് 1/2 ഇഞ്ച് തൊട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ? 1/2 ഇഞ്ച് തൊട്ട് നമുക്ക് ഇപ്പൊ 10 ഇഞ്ച് വരയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഉണ്ട് എന്നുള്ളത്. ഒരുപാട് പ്രിന്റ്സ് ഉണ്ട്. പിന്നെ ഇനി പ്ലെയിൻ മാത്രം വേണമെന്ന് വെച്ചാൽ ഈ ഒരു പ്ലെയിനില് ഇതാ ഇതും 1 ഇഞ്ച് 2 ഇഞ്ച് 3 ഇഞ്ച്.
പിന്നെ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഈ ഗോൾഡും കളറും ഈ ഗോൾഡ് കളറും തമ്മിലുള്ള ഡിഫറൻസ്. ഇതിൻ്റെ റീസൺ നമ്മൾ ഇവരുടെ ഫസ്റ്റ് വീഡിയോ എടുത്തപ്പോൾ ആ റീസൺ അതിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ഇതിൻ്റെ റീസൺ എന്താണ് ഇങ്ങനെ ഈ ഒരു 2 കളർ വരുന്നത് എന്നുള്ളത് ആ റീസൺ നിങ്ങൾ അറിയാനായിട്ട് ആ വീഡിയോ കണ്ടു നോക്കും അല്ല? അപ്പോഴല്ല കറക്റ്റ് ആയിട്ട് നമുക്കിപ്പോൾ പറയേണ്ടത് അപ്പം നോക്കി പറയട്ടെ. പിന്നെന്താ ഇതാ ഇതും കസവിൽ തന്നെ വരുന്നത് കേട്ടോ. അപ്പോൾ കസവിൽ ഇങ്ങനെ ഒരു പ്രിന്റ്, ഇങ്ങനെ പ്രിന്റ് അല്ല, പ്രിന്റ് എന്ന് പറയുമ്പോൾ എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണത്തിൽ തന്നെ 60 ഡിസൈൻസ് ഒക്കെ നമുക്ക് ഇല്ലേ 60 to 70 ഡിസൈൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കണമെങ്കിൽ സിമ്പിളായിട്ട് ഇതാ ഇതുപോലെ മൈക്രോയിൽ ഇങ്ങനെ ഒരു സിമ്പിളായിട്ട് വർക്ക് വന്നത്. വർക്ക് മീൻസ് സിമ്പിളായിട്ട് ആ ഒരു ചെറിയ അതിൽ വീവിംഗിൽ അതിൽ കോപ്പർ സിൽവർ കോപ്പർ പിങ്ക് ഗോൾഡ് അതെ കോപ്പർ ഈ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ പിങ്ക്, പിന്നെ ഗോൾഡ്, പിന്നെ ഒരു സിൽവറും കൂടി ഉണ്ട്. അങ്ങനെ 4 ഐറ്റംസ് ഉണ്ട്. ഇനി ഇവിടെയാണ് ഇവരുടെ ഓഫീസ് ഏരിയ. ഈ ഒരു ഏരിയയും കൂടി കണ്ടിട്ട് നമുക്ക് ഇവിടെ ഇവരുടെ ഫാദറൊക്കെ ഇരിക്കാറുണ്ട്, ഇപ്പോൾ കാണാനില്ല. എന്തായാലും നമുക്കൊന്ന് തിരിയാം. ഇനി இதெல்லாம் வந்து பிளவுஸ் மெட்டீரியல்ஸ்க்காக வச்சிருக்கோம் மேம். யூனிஃபார்மா பிளவுஸ் வந்து செட் பண்ணணும்னா செட் பண்ணி கொடுப்போம். அப்புறம் இதெல்லாம் குர்தா ஸ்டிச்சிங்கும் ചെയ്തു എങ്ങനെ വേണമെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഫാമിലി കോംബോ എല്ലാം കേട്ടാங்க. ഓക്കെ, ഇനി അങ്ങോട്ട് ഒന്ന് തിരിഞ്ഞത് ഇവരുടെ ഫുൾ ഇത് പോവാനുള്ളതല്ലേ? ഇതിപ്പോ പാക്കിംഗ് നടന്നുകൊണ്ട് ഇത് പാക്കിംഗ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റൂല, പക്ഷെ നമുക്ക് ഇവിടുന്ന് കാണിക്കാൻ പറ്റും ഈ സംഭവം. മുള്ളൂത്ത് ഇതാകുമ്പോ ഇതുണ്ടാവില്ല, സെറി വർക്ക് ഉണ്ടാവും. സെറി വർക്ക് ഇല്ല മാം, മുള്ളൂത്തില് வந்து நிறைய കളേഴ്സ് ഇരിക്കും. ഡിഫറെന്റ് കളേഴ്സ് ആയിരിക്കും, ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, നല്ല കോട്ടൺ ആയിരിക്കും, നല്ല സോഫ്റ്റ് കോട്ടൺ ആയിരിക്കും. ഇത് കുറച്ച് പ്രായമായിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത് അല്ലേ? അതിന്റെ ഡിസൈൻസ് വേണമെങ്കിൽ നോക്കി വെച്ചോ. ഇതിൽ ഡിസൈൻസ് ഒരുപാടുണ്ട്, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. നമ്മുടെ വീട്ടിലിരിക്കുന്ന അമ്മമാര് അവരൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നവരാ. വീട്ടിലിടാൻ സുഖമായിരിക്കും, നല്ല കംഫർട്ടായിട്ട്. നമ്മളൊക്കെ നൈറ്റ് ഇടുന്ന ഒരു ഫീലിംഗ് നമുക്ക് ഈ ഒരു സെറ്റ് കൊണ്ട് കൊടുക്കുമ്പോൾ കിട്ടും കേട്ടോ. ഇത് എന്തായാലും ഒരുങ്ങി വന്നതല്ലേ, അവിടെ സൈഡിൽ നിക്കണ്ട. മലയാളം എന്താ പറയാ? മനസ്സിലാവുന്ന ചേട്ടാ, എനിക്ക് അത് മാത്രം അറിയാമെന്ന്. തലശ്ശേരി ബിരിയാണി അത്യാവശ്യത്തിനുള്ള കാര്യങ്ങൾ, വയറിനറിയാനുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ചേട്ടാ തലശ്ശേരി ബിരിയാണി എടുത്തോ, ഇതാ അത്ര അറിയാന്ന്. ഇത് നോക്ക്, ഇത് പ്രിന്റിൽ വരുന്നത് കേട്ടോ. ഈ ഒരു പ്രിന്റ് എന്ന് പറയണത് ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട്. അതിലത്തെ ഇപ്പൊ ന്യൂ ഡിസൈൻ ഇവർ ഇറക്കിക്കണത്. ഇത് ഫുൾ അതിന്റെ ഓണത്തിക്ക് വേണ്ടിട്ടല്ലേ. ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ സെറ്റ് മുണ്ടിൽ വരുന്നത്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട്. പിന്നെ ഈ കാണുന്നത് മൊത്തം സെറ്റ് മുണ്ട. ഇതെല്ലാം ഒറിജിനൽ കസവ് വരുന്നത്. അതെ, ഈ കാര്യം എനിക്ക് ഓർമ്മ വന്നു, അവൾക്ക് ഓർമ്മ വന്നു. ഇത് എല്ലാം പ്രാവശ്യം ഞങ്ങൾ വരുന്നത്, അപ്പൊ എനിക്കറിയാലോ ഇത് ഇവിടെ ഇരിക്കുന്നത്. ഇത് ആക്ച്വലി എന്താ സംബന്ധം വെച്ചാൽ ബ്രൈഡിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഇപ്പൊ ഇത് പ്യുവർ കസുവിൽ വരുന്നത്. ഇതാണ് ശരിക്കുള്ള പ്യുവർ കസുവ് എന്ന് പറയുന്നത്. ഇതിൽ ഇഞ്ചസ് എന്ന് പറയുമ്പോൾ നമുക്ക് 1/2 ഇഞ്ചസ് തൊട്ട് ഇങ്ങനെ 10 ഇഞ്ചസ് വരെ ഉണ്ട്. ഈ കാണുന്നത് മൊത്തം അതിന്റെ കളക്ഷൻസ് ആണ്, ഒക്കെ പ്യുവറിൽ വരുന്നത്. പ്യുവർ കോട്ടൺ. ഓക്കെ, അയ്യോ നമ്മൾ വരുമ്പോഴേക്കും അവര് പോയാ? നേരത്തെ കണ്ട സെയിം പ്രിന്റിന്റെ തന്നെ ഡിഫറെന്റ് പ്രിന്റ്സ്. തുണി സെയിം ആയിരിക്കും. இது வந்து நமது பியூர் காட்டன் மேம். பியூர் காட்டன். இப்போ இதுலயும் 3 கேட்டகரி இருக்குங்க, ரேட் അനുസരിച്ച് മാറ്റി കൊടുക്കും. ഓക്കെ ഓക്കെ. അപ്പൊ 3 ടൈപ്പ് കോട്ടൺ ഇപ്പൊ ഇവിടെ നിലവിലുണ്ടെന്നല്ലേ? ഓക്കെ. അപ്പൊ അതിലത്തെ നല്ല കോട്ടൺ, നടുക്കിലത്തെ കോട്ടൺ, എന്നാലും ഏറ്റവും താഴെ കോട്ടൺ നമ്മൾ വെക്കുന്നില്ല. ഏറ്റവും താഴെ കോട്ടൺ നമ്മൾ വെക്കുന്നില്ല. പിന്നെ ഈ ഒരു സെക്ഷൻ നമ്മൾ കവർ ചെയ്തു. എന്റെ ഫേവറേറ്റ് ആണ് ഈ ഒരു സെക്ഷൻ അല്ലേ? എന്താണെന്നറിയോ, ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഏത് ബ്ലൗസ് ഇട്ടാലും ഇതില് കാര്യം നടക്കും. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത്. കാരണം ഇതിൽ വേറെ വർക്ക് കാര്യങ്ങളൊക്കെ കസവും പിന്നെ കൂടുതൽ ടിഷ്യൂല് ഇതിൽ ഏത് ബ്ലൗസ് പുതിയതായിട്ട് ഇപ്പൊ ചെയ്തത്. ഈ ആക്ച്വലി ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇതിൽ നൂലുണ്ട്. നൂലെന്ന് പറയുമ്പോൾ കോട്ടന്റെ നൂലും അതുപോലെ തന്നെ ടിഷ്യൂന്റെ നൂലും മിക്സ് ചെയ്ത് ഒരേഴ കോട്ടൺ ഒരേഴ ടിഷ്യൂ അങ്ങനെയാണ് ഈ വർക്ക് ചെയ്തിരിക്കണം. ഇത് പക്ക പ്യുവർ ടിഷ്യൂ മാത്രം യൂസ് ചെയ്ത്, ഇതിൽ കോട്ടൺ മിക്സ് ഇല്ല. ഇനി കോട്ടൺ മാത്രം എന്ന് പറയുമ്പോൾ ഇതുപോലെ വൈറ്റ് ആയിരിക്കും, അതിപ്പോ ഇവിടെ ഇല്ല. ആക്ച്വലി അത് കോട്ടൺ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പ്യുവർ വൈറ്റ് കളർ ആയിരിക്കും. അത് ടിഷ്യൂം കോട്ടനും കൂടി മിക്സ്, ഇത് ടിഷ്യൂല് വരുന്നത്. അതാണ് ഡിഫറൻസ്. ജക്കാർഡില് വീവിങ്ങില് ഇതൊക്കെ നമ്മൾ നോർമൽ കണ്ടുവരുന്ന ഒരു സംഭവമാണ്. അതിന് വേണമെങ്കിൽ ഒന്ന് കണ്ടുവെക്കോ, കാരണം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. നമുക്ക് 1-2 പീസ് കാണിച്ച ഒരു ഐഡിയ കിട്ടില്ലല്ലോ നിങ്ങൾക്ക്, എന്തോരം കളക്ഷൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊക്കെ ജസ്റ്റ്
ഇവിടെ ഇരിക്കുന്ന ഒരു കുറച്ച് സംഭവം അല്ലാണ്ട് കുറെ ഉണ്ട്. ഗോഡൗൺ ഒക്കെ അല്ലേ? ஆமாங்க. ആ അതെ, ഇതൊരു ഡിസൈൻ ഇങ്ങനെ. പിന്നെ കസവില് അല്ലേ? இது வந்து half tissue half കസവ് രണ്ടും കൂടി മിക്സ് ചെയ്തത്. ആ ഏഴേരെ കുറിച്ച് പറഞ്ഞില്ലേ, ആ ഏഴേരെ കുറിച്ചാണ് ഇത് കാണുന്നത്. ഇത് വരുമ്പോൾ ഇത് കോട്ടൺ വരുന്നത്, ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് വരുന്നത്, ഇത് ടിഷ്യൂന്റെ വരുന്നത്. അങ്ങനെ മിക്സ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. ഡിസൈൻസ് കളേഴ്സ്. ഇതിന്റെ ശരിക്കുള്ള നെയ്ത്തും കാര്യങ്ങളും കഥകൾ പറയാൻ തന്നെ അതിനെ നേരം ഉണ്ടാവുള്ളൂ. സെപ്പറേറ്റ് എപ്പിസോഡ്. അതെ, ഇതൊക്കെ നോക്കി വെച്ചോട്ടോ, വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് വന്ന് നോക്കാം. ജക്കാർഡ് ഉണ്ട്, പിന്നെ ഇങ്ങനെ ഈ ഒരു കസുവില് വരുന്നുണ്ട്. പിന്നെന്താ ഇതൊക്കെ എന്താ? ഇത് ഡിസ്പാച്ച് മാം. ഇത് മെൻസോட ഷർട്ട് ആൻഡ് ധോത്തി കോംബോ. ആക്ച്വലി ഇത് ഈ ഒരു സെക്ഷൻ അല്ല, ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ മുകളിലാണ് ഈ ഒരു സെക്ഷൻ. എന്തായാലും ഇവിടെ ഡിസ്പാച്ചിന് പോണത് കൊണ്ട് നമുക്ക് ഫുൾ ഓപ്പൺ ചെയ്യുന്നില്ല, ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ പാക്കിങ് പോണതല്ല. ഇതാ ഇത് ഷർട്ട്, ഇത് അതിൻ്റെ ധോത്തി മാച്ചിങ് കോംബോ സെറ്റൊക്കെ വരുമ്പോൾ ഇതിൽ സ്റ്റാർട്ടിങ് റേറ്റ് ഏകദേശം പറയാൻ പറ്റും? പറയണ? വേണ്ട. ചിലപ്പോൾ പറഞ്ഞ എനിക്ക് പണി കിട്ടുവേ, അത് കാരണം വേണ്ട. ഓക്കെ. പിന്നെ സെറ്റ് മുണ്ടെങ്കിൽ പവർലൂമിൽ ചെയ്തത്, ബട്ട് ഹാൻഡ്ലൂം മാറി. ഹാൻഡ്ലൂം ടച്ച്. ഓക്കെ. ഈ ഓറഞ്ച് ബോർഡർ ആ, പവർലൂം ചെയ്തത് പക്ഷെ ഹാൻഡ്ലൂം ടച്ചിൽ നമുക്ക് കിട്ടുന്നു അല്ലേ? അപ്പോൾ അങ്ങനെയും ഉണ്ട് കളക്ഷൻസ്. ഇത് ഇനി നമുക്കൊന്ന് മുകളിലേക്ക് പോയാലോ? ഷുവർ മാം. കണ്ട, ഞാൻ ഉടുത്ത സാരി ആർക്കൊക്കെ ഇഷ്ടമായിട്ട് ഇതാ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ട, സെയിം ആ ഒരു സാരി കാണുമ്പോൾ എന്താ ഭംഗി, ഇരിക്കുന്നു കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ? ഇത് ഇത് നല്ല ഇത് ഇപ്പൊ കൊഞ്ചം ഫ്രഷ് കളക്ഷൻസ്. ആ, ഉടുക്കാനും വരണം ഒരു. പക്ഷേ എവിടെയാണ് നിങ്ങളുടെ ബില്ലിംഗ് സെക്ഷൻ വരുന്നത്? ബില്ലിംഗ് സെക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് മുകളിലേക്ക് പോയി നോക്കാം. ധോത്തീസ് നോക്കാം. ഇതെന്താ ആനയുടെ ഡിസൈൻ? ഇതിപ്പോ പ്രിന്റിംഗിൽ ഇരുന്ന് വന്നിരിക്കില്ല. ഞാൻ ആക്ച്വലി മുകളിൽ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയത്. ഇത് ആനയുടെ ഡിസൈൻ. ഇത് നമ്മള് അങ്ങോട്ട് കണ്ടില്ല. അവിടെ വേറെ ഡിസൈൻ ആണ്. ഇതിന്റെ വേറെ ഡിസൈൻ. അപ്പൊ എത്ര എണ്ണം ഉണ്ടല്ലോ. ഇതൊക്കെ ഇപ്പൊ എടുത്തു വെച്ചതായാലും പ്രിന്റിംഗ് നിന്ന് വന്നതാ? ഓക്കെ. പ്രിന്റിൽ നിന്നും വന്നിട്ടുള്ള ഡിസൈൻസ് ആണ്. പിന്നെ ഇത് ധോത്തീസ് വന്ന് ഇപ്പൊ പ്രിന്റ് പണി വന്നിട്ട്. ഓക്കെ. ആ മുകളില് ഇനി ഇത് പോവും. മുകളിലേക്ക് പോവാളതാ. പിന്നെ ഇത് നോക്കിയാൽ നല്ല റെയിൻബോ സ്റ്റൈലില്. ഇത് ഈ പ്രശ്നം ട്രെൻഡ് ആവുമെന്ന് തോന്നുന്നു അല്ലേ? ഇത് നല്ല മൂവിങ്. ഇത് ഒരു റെയിൻബോ സ്റ്റൈലിലോട്ടാ. ഏത് ഷർട്ട് വേണമെങ്കിലും കളർ ബുദ്ധിയുണ്ട്. കണ്ടാ, ബ്ലാക്ക് ആൻഡ് സിൽവർ വേണമെങ്കിൽ ഒന്നറിയുണ്ട് കേട്ടോ. അവിടുന്ന് എടുക്കണം. എന്റെ പൊന്നെ, എനിക്ക് പൊന്തിക്കാൻ പറ്റൂല, അത്രയും ഉണ്ട്. വേണ്ട, പോട്ടെ. അത് എടുക്കാം. അതിപ്പോ പ്രിന്റ് ചെയ്ത് വന്നിട്ടില്ല. അതെ, പ്രിന്റ്. കവർ പൊട്ടിക്കണ്ടല്ലേ? ഇങ്ങനെ സിൽവറിൽ നമ്മൾ ഇത്ര നേരം ഗോൾഡനാ കാണിച്ചത് അല്ലേ? സിൽവറിൽ. ഓക്കെ. അപ്പൊ ഞാൻ മോളിയെ പോയിട്ട് ശരിക്കും ഓപ്പൺ ചെയ്ത് നന്നായിട്ട് കാണിക്കാൻ പറ്റും. ഇതൊക്കെ ആക്ച്വലി പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ള സംഭവങ്ങളല്ലേ? ഓക്കെ, പോവാ നമുക്കെന്നാ. ഇവിടെയാണ് നമ്മുടെ ശരിക്കും വേണ മെൻസിന്റെ ഒരു സെക്ഷൻ. അപ്പൊ മെൻസിന്റെ സെക്ഷനില് ബ്രദർ എവിടെ? ബ്രദർ അവിടെ ഉണ്ട്. ബ്രദറെ, ഹായ്, വെൽക്കം. ഒരു മൈക്കൊന്നും ഇങ്ങോട്ട് എടുത്തോട്ടെ ഞാൻ. നമ്മുടെ ബ്രദറിന് മൈക്ക് വെച്ച് എഴുതാ. എന്താ ബ്രദറ്? ഇത് ഇന്ന വർഷം ഈ കൊല്ലത്തെ ട്രെൻഡ് ആവാൻ പോണ സംഭവമാണ് കേട്ടോ. ഈ ഒരു ഷർട്ടും ഉണ്ടും മാച്ചിങ് കോംബോ സെറ്റ് അല്ലേ? സെയിം പ്രിന്റ്. ഓൺ മാനുഫാക്ചറിങ്, ഓൺ പ്രൊഡക്ഷൻ. എന്തായാലും പ്രിന്റ് കാര്യങ്ങളൊക്കെ എന്തായി ഹത്തി കൂടാ അങ്ങനെ എല്ലാതും ഉണ്ട് കേട്ടോ. ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് പ്രിന്റ്സ് കിട്ടും. நிறைய டிசைன்ஸ் வரும் மேம். ஓகே, ஷர்ட் ഇവിടെ തന്നെയാ? ஷர்ட்டிங் இருக்கு மேம். இனி நிறைய வீக்லி புது அப்டேட்ஸ் வந்துட்டே இருக்கு. ഓക്കെ. അപ്പൊ അതിന് എന്ത് ചെയ്യണമെന്ന് അറിയാം? വാട്സ്ആപ്പ് ഗ്രൂപ്പ് സംതിങ് ഉണ്ടല്ലേ? இருக்கு மேம். എനിക്കുണ്ട്. അതിലൊന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അപ്ഡേറ്റ്സ് കാണാൻ പറ്റും. പക്ഷെ ഇന്ന് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത് ഈ ഒരു മുകളിലത്തെ സെക്ഷനിൽ ഫുൾ ധോത്തീസ് மேம். எல்லாம் பியூர் காட்டன். എവിടെയാ ഇരിക്കുന്നത് ഈ സംഭവങ്ങളൊക്കെ കാണാൻ? ധോത്തീസ്. ഇവിടെ ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ ധോത്തീസ് ഒക്കെ തന്നെയാണ്. പല മോഡൽസ്, പല ഇതില് പല കരകളായിട്ടാണ് അല്ലേ? ഇത് കരകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കേട്ട് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ഇവർക്കൊക്കെ അറിയാം എന്ത് കരകളൊക്കെ പറയാത് மேம். இதெல்லாம் காட்டன்ல வந்து பாத்தீங்கன்னா 60s கவுண்ட், 80s கவுண்ட், 100s கவுண்ட், அந்த மாதிரி எல்லா ரேஞ்சிலயும் இருக்கு மேம். காட்டன்லயே ரேஞ்ச் இருக்கு மேம். കോട്ടണിൽ ഇപ്പൊ 3 റേഞ്ചാ പറഞ്ഞത്. അതിലിപ്പോ ഏറ്റവും നല്ലത് പറയുമ്പോൾ 100s മാം. 100s ആണ്. ആ കൗണ്ടാണ് നല്ലത്. നമ്മൾ 60 കൗണ്ട് നമുക്ക് അതും നല്ലത് തന്നെയാണ്. ഇല്ലാന്ന് പറഞ്ഞാൽ അതിനേക്കാളും ടോപ്പാണ് ഈ ഒരു 100 കൗണ്ട് എന്ന് പറയുന്നത്. അതിലത്തെ കുറെ കരകൾ. ഇനിയിപ്പോ ഈ കരകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ
എത്ര പീസ് വേണമെന്ന് പറയുകയാണെങ്കിൽ അതും കിട്ടില്ലേ? ആ, എത്ര പീസ് എന്ന് വെച്ചാൽ ഇപ്പൊ 100 500 1000 കാരണം ഓൺ ചെയ്യുന്ന സംഭവം ആയതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തേക്കും പോകുന്നുണ്ട്. ഇത് ഫുൾ വൈറ്റാ? വൈറ്റ്. ജസ്റ്റ് ഒന്ന് കരകളുടെ ഡിസൈൻസ് എടുത്ത് വെച്ചോ, ഞാൻ ഒന്നും എടുത്ത് കാണിക്കുന്നില്ല കാരണം ഒരുപാട് ഡിസൈൻസ് ഒരുപാട് മോഡൽസ് ഉണ്ട്. അതിൽ തന്നെ വൈറ്റ് എന്ന് പറയുമ്പോൾ അത് പിന്നെ ഈ വേറൊരു മിക്സിംഗ് ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡ് കാണുന്നുണ്ട്. അതും കോട്ടൺ താ? ഓക്കെ, അതും കോട്ടൺ തന്നെയാ. ഇതിൽ കളർ വ്യത്യാസം കണ്ട, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിച്ചത് കേട്ടോ. ഇതൊരു മഞ്ഞ, അതൊരെണ്ണം എടുത്ത് കാണിക്കാം. ഇത് മഞ്ഞ, ഇത് വൈറ്റ്, പക്ഷെ രണ്ടും കോട്ടൺ, പ്യുവർ കോട്ടൺ. അതിലൊരു സംശയം വേണ്ട. നമ്മൾ കൊടുത്തതും കോട്ടനെ? ഓ, ഇത് ഒറിജിനൽ കസവ്. ഓക്കെ. അപ്പൊ ബ്രൈഡ് ഗ്രൂം അങ്ങനത്തെ സെറ്റപ്പിലൊക്കെ ആകുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇങ്ങനെ യാത്രകളൊക്കെ പോകില്ലേ, ആ സമയത്തൊക്കെ നമുക്ക് വീട്ടിലേക്കൊക്കെ യാത്രകൾ പോകില്ലേ, ആ സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല കളക്ഷൻസ് ആണുള്ളത്. എന്തായാലും ഇത് ഫുൾ ഒരു ധോത്തിയുടെ ഒരു സെക്ഷൻ വരുന്നത്. ഇനി 1 പീസ് ആയിട്ട് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അല്ലെ, 25,000 സംതിങ്. അത് ഫുൾ മിക്സ് ആയിട്ട് എടുക്കാൻ പറ്റില്ല, സാരിയും സെറ്റും കൊണ്ട് എല്ലാം മിക്സ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെയും ഇവിടെയും കുറെ കളക്ഷൻസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. എവിടെ ഇനി? ഇവിടെ இந்த மாதிரி ஐட்டம்ஸ்லாம் இதெல்லாம் பாத்தீங்கன்னா printed മുണ്ട്. ഓ വാവ്, പ്രിന്റഡ് മുണ്ട് കേട്ടോ. ഇതിന്റെ ഒരുപാട് പ്രിന്റ്സ് ഉണ്ട് അല്ലേ? ഇതൊക്കെ അതിന്റെ മോഡൽസ്. ആ, ഇത് ഒരു ഡിഫറെന്റ് പ്രിന്റ്. ദേ ഒക്കെ കൃഷ്ണൻ, ഏതെടുത്താലും കൃഷ്ണൻ. പ്രിന്റുകൾ പക്ഷെ ഒരുപാട് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ഇങ്ങനെ വെക്കിട്ട് പിന്നെ മടക്കി വെച്ചോളൂ. അതിൽ ഇനി വൈറ്റിൽ തന്നെ നമുക്ക് സിൽവറും ഗോൾഡും, പിന്നെ സിൽവർ ഗോൾഡ്, കോപ്പർ പിന്നെ റോസ് ഗോൾഡ് അങ്ങനെ മുണ്ടിലും നമുക്ക് അവൈലബിൾ ആണ്. അതെ, റോസ് ഗോൾഡിന്റെ. ഇത് റോസ് ഗോൾഡ് അല്ല കേട്ടോ, ഇത് കളറിലാണ്. ഞാൻ പെട്ടെന്ന് പിങ്ക് കണ്ടപ്ലേ. ഇനി കരേനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എത്ര ഇഞ്ച് തൊട്ട് എത്ര ഇഞ്ച് വരെ വരും? ഇങ്ങനെ 4 ഇഞ്ചിൽ നിന്ന് 2 ഇഞ്ച് വരയ്ക്കും കരകൾ ഇருக்கு മാം. 2 ഇഞ്ച് വരയ്ക്കും നമ്മൾ ചെയ്യാം. അതിന് മുകളിലേക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇത്രയും ഇപ്പൊ ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇപ്പോഴും പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സംഭവം നല്ല അടിപൊളിയാണ്, നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത്. വാവ്, ഇതെന്താ നമുക്ക് ഇത് അടിപൊളിയായിട്ടുണ്ട്. മറൂൺ, ഇതൊക്കെ എൻ്റെ മാച്ചിങ് ആയിട്ട് വരും ഏകദേശം അല്ലേ? വൈറ്റ് മറൂൺ ആ ഒരു മാച്ചിങ്ങിൽ വരുന്നത്. ഇതെല്ലാം ബോർഡേഴ്സ് പാരുங்க മാം, ഫാൻസി ബോർഡർ ഇതെല്ലാം. അതെ, ഫാൻസി ബോർഡറിൽ വരുന്നത് അല്ലേ? ഇത് ജക്കാർഡ് പറയാ? ജക്കാർഡ് ഐറ്റംസ്. ഇത് ത്രെഡ് വർക്കിൽ ജക്കാർഡ് ഐറ്റംസ്. 12 കളേഴ്സ്. ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ വൈറ്റ് ഇത് ഡബിൾ മുണ്ടല്ലേ? എല്ലാം ഡബിൾ മുണ്ട്, സിംഗിൾ ഇല്ല? ഡബിൾ. അപ്പൊ സിംഗിൾ വേണോ ഡബിൾ വേണോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ റിക്വയർമെന്റ്, അതിന് നമ്മൾ റെഡി അല്ലേ? മിഥുനിലെ പേര് മിഥുനെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. മുണ്ടിന്റെ സെക്ഷൻ വരുമ്പോൾ മിഥുനെ കോൺടാക്ട് ചെയ്യാം. ലേഡീസിന്റെ സെക്ഷൻ വരുമ്പോ ദേവിപ്രിയ. യെസ്. അതാണ്. പിന്നെ ഈ കുറച്ച് കാലി കിടക്കുന്ന സംഭവങ്ങളൊന്നും നോക്കണ്ട. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇപ്പൊ കസ്റ്റമേഴ്സ് വന്ന് പോയതിന്റെ ക്ഷീണാണ് ഇപ്പൊ ഈ കാണുന്നത് അല്ലെ? കസ്റ്റമേഴ്സ് വന്നു പോയതിന്റെ സ്റ്റാർട്ട് ആയി. ഓണത്തിന്റെ കച്ചവടം തുടങ്ങി ഇവിടെ. പിന്നെ ഓണം തന്നെയല്ല കേട്ടോ, ഇവർക്ക് എല്ലാം 365 ഡേയ്സ് റെഗുലർ സെയിൽസ് ഇരിക്കുക. എന്താ വെച്ചാൽ ഈ ടൂറിസ്റ്റുകാർ അതുപോലെ തന്നെ ഈ പുറത്തേക്ക്, ഇന്ത്യയുടെ പുറത്തേക്ക് പോകുന്നുണ്ട്, എല്ലാത്തിലേക്കും പോകുന്നുണ്ട്. ഇതും ഫുൾ മുണ്ട്. ഇതെല്ലാം മുണ്ടാണ്. ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല, അറേഞ്ച് ചെയ്ത് റെഡി ആക്കി വെക്കണം. ഇതൊക്കെയാണ് മുണ്ടിന്റെ കളക്ഷൻസ്. അപ്പൊ എത്ര പീസ് എത്ര ഇത് വേണമെങ്കിലും ഇതിനായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ. ഇത് ഷർട്ട് ഏത് പോർഷനിലായിരിക്കണം? ഷർട്ടും കൂടി ഒന്ന് നോക്കിയിട്ട് നമുക്ക് പോവാം. മുണ്ട് ഇപ്പൊ കരകൾ മാത്രമല്ല, മെയിനായിട്ട് അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. കണ്ടാ, ദേവിപ്രിയ ബിസി. ഷർട്ടിന്റെ ഒരു സെക്ഷൻ ദാ ഈ ഫുൾ കാണുന്നത് ഷർട്ട്സ്. ഇത് ബോക്സ് പാക്കിങ്ങും വരുന്നുണ്ട് അല്ലേ? ഇതെല്ലാം வந்து பாத்தீங்கன்னா இந்த வெட்டிங்ல ടിഷ്യൂல பாத்தீங்கன்னா இந்த மாதிரி டைப். ഇതെ ഇങ്ങനെയായിരിക്കും. ഇപ്പൊ ഇത് കോംബോ സെറ്റ് ആണ് വരുന്നത്. ഇത് ടിഷ്യൂലാട്ടോ. ഇപ്പൊ മുണ്ടും ഷർട്ടും കൂടി അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയുണ്ട്. എന്നാൽ ഗോൾഡിന് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗോൾഡിലും വരുന്നുണ്ട് കേട്ടോ, ഇങ്ങനത്തെ തന്നെ സെയിം മോഡലില്. ഇനി ഷർട്ടിന്റെ സൈസസ് ഒക്കെ എങ്ങനെയാ വരുന്നത്? ഇത് வந்து 38 ல இருந்து 46 വരെയ്ക്ക് இருக்கு മാം. 46 സൈസ് വരെയ്ക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് இந்த மாதிரி இதெல்லாம் பாத்தீங்கன்னா கலர்ஸ்லாம் சூப்பரா இருக்கும் ഇതിലല്ലേ? ഓ, ബ്ലാക്ക് യൂണിഫോമാ വർക്ക് ധോത്തിക്ക് മാച്ചിങ്ങാ വര ഷർട്ട്സ് അല്ലേ? ഓക്കെ. ഇത് ഷർട്ട്സ് മാച്ചിങ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാം. ഇനിയിപ്പോൾ മുണ്ട് മാത്രം കസുവിൽ വേണം എന്ന് പറയണവർക്ക് അത് മാത്രമാണ് കേട്ടോ. കസുവിൽ വേണമെന്ന് വെച്ചാൽ കസുവിൽ മാത്രം. അത് കസുവിൽ ഇപ്പോൾ ഇതിലും ഉണ്ടല്ലോ, 1/2 ഇഞ്ച് 2 ഇഞ്ച് 3 ഇഞ്ച് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ. എത്ര ബൾക്ക് പീസ് നിങ്ങൾക്ക് തന്നെ കാണാം, അത്രയും അധികം ഇവിടെ ഇരിക്കുന്നുണ്ട് സംഭവങ്ങൾ. പിന്നെ ഈ മുണ്ട് എന്താ സ്പെഷ്യൽ? ഒരു இது வந்து பாத்தீங்கன்னா நம்ம
കാവി ടൈപ്പ് 2 മീറ്റർ സിംഗിൾ മുണ്ട് അതിൽ வந்து ഫാൻസി ബോർഡർ ഇത് പ്യൂർ കോട്ടൺ ബൈ കോട്ടൺ ഇത് പ്യൂർ കോട്ടൺ ഇത് സിംഗിളാ വരുന്നത് സിംഗിൾ ഓ മറ്റേത് ഡബിൾ 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 അതാണ് ഞാൻ രണ്ടിനും മടുക്ക് വ്യത്യാസമുണ്ട് ഇതിന്റെ മടുക്ക് ഇങ്ങനെ മറ്റേ മടുക്ക് വേറെ രീതിയിലാണ് അതെ ഇത് ഡബിൾ അല്ലേ ഇതെല്ലാം സിംഗിൾ മാം സിംഗിൾ കോട്ടൺ ബൈ കോട്ടൺ പ്യൂർ കോട്ടൺ ഞാൻ ഇങ്ങനത്തെ മടക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ചോക്കിരുന്നത് പക്ഷെ ഇതും സിംഗിൾ ആണ് ഇതും സിംഗിൾ ആണ് അപ്പൊ ഇതിനും കാര്യങ്ങൾ കിട്ടും എത്ര പീസ് വേണമെങ്കിലും അവൈലബിൾ ആണ് ഇതൊക്കെയാണ് പിന്നെ ഇത് കൂടാണ്ട് വൈറ്റ് മാത്രമല്ല ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഇതും ഫോക്കസ് ചെയ്യുന്നുണ്ട് இது பண்ணுவோம் மேம் இந்த மாதிரி நம்ம காவி ஐட்டம்ஸ் பண்ணிட்டு இருக்கோம் ഓ അപ്പൊ ഇതിന് നമുക്ക് ഏകദേശം സ്റ്റാർട്ടിംഗ് റേഞ്ച് ഒക്കെ ധോത്തീസിൽ ஸ்டார்டிங் வந்து பாத்தீங்கன்னா 95 ல இருந்து இருக்கு மேம் 95 ரூபீஸ்ல இருந்து காவி ஸ்டார்டிங்ஸ்ல இருக்கு കാവി ഓക്കെ நம்ம பியூர் காட்டன் பை காட்டன் ஐட்டம்ஸ்லாம் பாத்தீங்கன்னா 330 ல இருந்து இருக்கு மேம் 330 ആണ് 100% காட்டன் 4 மீட்டர்ஸ் குர்த்தி ஒயிட் അത് പുറത്തേക്ക് വരുമ്പോഴത്തെ റേറ്റ് എക്സാക്ട് ഒരു 1400 ആ ഒരു റേഞ്ചിനാണ് സെയിൽ ചെയ്യാൻ പറ്റുന്നത് ആൻഡ് ഇവര് പ്യുവർലി ഹോൾസെയിൽ അല്ല സോറി മാനുഫാക്ചർ തെറ്റി പറഞ്ഞു മാനുഫാക്ചേഴ്സ് ആണ് മാനുഫാക്ചർ നിന്ന് ഹോൾസെയിൽ ടു റീറ്റെയിൽ ടു കസ്റ്റമർ അങ്ങനെയാണ് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആക്ച്വലി നമ്മുടെ ഓണം കേരളത്തിലായാലും പ്രൊഡക്ഷൻ നടക്കുന്നത് തമിഴ്നാട്ടിലാണ് അല്ലേ അപ്പൊ ഞങ്ങളുടെ ഓണം കൂടാൻ അങ്ങോട്ട് വായോ വരും ഒരു ദിവസം വരണം കേട്ടാ ഓക്കെ ഇനി നമുക്ക് കുറച്ച് ദേവിപ്രിയ ഞാൻ എന്തെങ്കിലും കാണിക്കാനുണ്ടോ മിസ്സിംഗ് ആയിട്ടുണ്ടോ ചോദിച്ചാൽ എല്ലാം മിസ്സിംഗ് ആണ് അല്ലേ എല്ലാം മിസ്സിംഗ് ആണ് കാരണം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതിൽ ജസ്റ്റ് കുറച്ച് മാത്രമേ ഞങ്ങള് പ്രസന്റ് ചെയ്തിട്ടുള്ളൂ പക്ഷേ ധോത്തിയിல வந்து இப்போ வந்திருக்கு மேம் பிரிண்டிங்ல இருந்து ஒரு பிரிண்டட் ധോത്തീസ് മോഡൽ വന്നിരിക്കുന്നുണ്ട് ഞങ്ങൾ കയറി വരുമ്പോ കണ്ട പുതിയ മോഡൽസ് വന്നിട്ടുണ്ട് പറഞ്ഞാൽ നമ്മൾ കയറി വരുമ്പോ അത് കണ്ടതാണോ അവിടെ താഴ്ത്തിരിക്കണ കണ്ട അതന്നെ പുതിയത് നമ്മളത് കണ്ടിരുന്നു അപ്പൊ താഴത്ത് പോയിട്ട് അപ്പ എവിടെ ഇരിക്കും നോക്കട്ടെ താഴത്ത് ഉണ്ടോ ഇല്ല എന്നുള്ളത് ഇല്ലെങ്കിൽ നമുക്ക് താഴത്ത് വെച്ചിട്ട് തന്നെ ഒരു ബൈ പറയാം അപ്പൊ അവിടെ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിടിക്കുകയും ചെയ്യാം അപ്പൊ താഴത്തേക്ക് പോവാം ഓക്കെ വാ നമ്മുടെ ഫുൾ ടീം വന്നിട്ടുണ്ട് MK ഫാബ്രിക്സ് പിന്നെ ഈ നൂലാട് എന്ന് പറയുന്നുണ്ട് അതെന്താ സംഭവം അത് മൈക്കൂടെ കേട്ടോ ആദ്യം അത് പറയുന്നേക്കാളും മുന്നേ ഇദ്ദേഹം ആരാന്ന് പറഞ്ഞില്ലല്ലോ നമ്മുടെ MK ഫാബ്രിക്സിന്റെ ഓണറുടെ 2 മക്കള് കസിൻ അങ്ങനെയാണ് അപ്പൊ ഈ ഫുൾ ടീമാണ് ഇവിടെ നോക്കുന്നത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് ഇനി എന്താണ് നൂലാടെ എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് നൂലാടയോ എങ്ക ബ്രാൻഡ് தான் மேம் எக்ஸ்க்ளூசிவ் டிசைனர் ஐட்டம்ஸ் அண்ட் இ-காமர்ஸ் எல்லாம் ചെയ്യുന്നത് നൂലാടയിലാണ് റീറ്റെയിൽ എല്ലാം ചെയ്യുന്നത് നൂലാടയിലാണ് ഓക്കെ അപ്പൊ റീറ്റെയിൽ എന്ന് പറയുമ്പോൾ നൂലാടെ ഹോൾസെയിൽ MK ഫാബ്രിക് അപ്പൊ രണ്ടിനും ഏത് റേഞ്ചിലും ഇവിടെ അവൈലബിൾ ആണ് ബട്ട് ലോക്കൽ സാധനങ്ങൾ ചോദിച്ചിട്ട് വിളിക്കേ വേണ്ട വരും വേണ്ട അല്ലേ ലോക്കൽ എന്ന് പറയാൻ തീരെ ലോക്കൽ ഐറ്റംസ് ഒന്നുമില്ല പിന്നെ നമ്മുടെ ആൾക്കാരോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ട് ഞാൻ പിടിച്ചോളാം എന്തെങ്കിലും നമ്മുടെ ആൾക്കാരോട് പ്രത്യേകിച്ച് പറയണം നമ്മുടെ കേരള ആൾക്കാരോട് നിങ്ങൾ തമിഴ്നാടല്ലേ നമ്മൾ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന തൊഴിലാണിത് நம்ம 4-5 தலைமுறைയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഹാൻഡ്ലൂമിൽ വന്നത് ഇപ്പോൾ നമ്മൾ അച്ഛൻ്റെ അച്ഛൻ അങ്ങനെ 4-5 തലമുറയായിട്ട് നമ്മൾ ഈ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ മക്കൾ വന്നു നല്ല എക്സ്റ്റെൻഡ് ചെയ്തു കേരള പീപ്പിൾ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് பண்ணணும் സപ്പോർട്ടാണ് ഓൾറെഡി സപ്പോർട്ടാണ് വില കുറവായിട്ട് നല്ല സാധനം കിട്ടും അതാണ് പറയുന്നത് പിന്നെ ഈ ഓൺ മാനുഫാക്ചർ അതുപോലെ ഈ പണ്ടെന്നൊക്കെ പറഞ്ഞ ഹാൻഡ്ലൂം കൈകൊണ്ട് ചെയ്യുന്ന സംഭവങ്ങൾ അതൊക്കെ എന്ന് പറയുമ്പോൾ അതൊക്കെ പണ്ടായിരുന്നു അതിപ്പോ ഇങ്ങനെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുക ഇപ്പം മൊത്തം കാണുന്നത് നമ്മൾ ഈ പവർലൂം ഫാക്ടറി ഐറ്റംസ് എന്നാൽ നമുക്ക് ഹാൻഡ്ലൂം ഫിനിഷിങ്ങിലും ഇവര് അത് പവർലൂം ആക്കി ചെയ്തു തരും ഫ്യൂച്ചറിൽ വി ഓൾസോ വാണ്ട് ടു എക്സ്പാൻഡ് ടു ഹാൻഡ്ലൂം ആൻഡ് സപ്പോർട്ട് ഓൾ ദി വീവേഴ്സ് അത് എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്യണമെന്നുണ്ടായിരുന്നു കാരണം ഈ ഹാൻഡ്ലൂമിന്റെ ആൾക്കാരെന്ന് പറയുമ്പോൾ ഒരു സാരി തന്നെ അത് വർക്ക് ചെയ്തെടുക്കുമ്പോൾ തന്നെ 1 വീക്ക് തന്നെയാവും അപ്പൊ അവരെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യും അവർക്ക് ഇതല്ലാണ്ട് വേറെ ഒരു സംഭവം അറിയില്ല ഇത് വെച്ചിട്ടാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതും സപ്പോർട്ട് ചെയ്യണം അതെന്ന് പറയുമ്പോൾ ലോങ് ലാസ്റ്റ് ആണ് നമ്മൾ എന്നിട്ട് അതിന് വേണ്ടി ബാർഗനിങ് ചെയ്യുമ്പോൾ നമ്മളോട് തന്നെ ഒരു നാണക്കേട് അല്ലേ അത് വേണ്ട അപ്പൊ എല്ലാതും ആ റേറ്റ് അവർ കറക്റ്റ് ആക്കി ഇട്ടിട്ടുള്ളതാണ് ആ റേറ്റിന് തന്നെയാണ് നമുക്ക് മേടിക്കുന്നത് വേറെ ബാർഗനിങ് ഒന്നും ഇല്ലടാ ഇത് ഫുൾ ഹോൾസെയിലാണ് ഹോൾസെയിൽ അല്ല ശരിക്കും പറഞ്ഞാൽ മാനുഫാക്ചർ റേറ്റിൽ നിന്നാണ് നമുക്ക് ഫാക്ടറി പ്രൈസിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് ഇത്രയൊക്കെയാണ് ഇനി ഒരു ബൈ പറയാം അടുത്ത വീഡിയോ 1 2 3 ഓണാശംസകൾ പോരാട്ടാ എല്ലാവർക്കും ഓണാശംസകൾ ഓണാശംസ ആൾക്ക് പറയാൻ അറിയുന്നില്ല അതാ പ്രശ്നം ഞാൻ ഹാഫ് മലയാളിയായി ഓൾറെഡി ഹാഫ് മലയാളിയാണല്ലേ ഓക്കെ അത് ഞാൻ കാരനാണല്ലേ ഒന്നുകൂടി പറയാം എന്തായാലും 1 2 3 എല്ലാവർക്കും ഓണാശംസകൾ